സ്ക്രീൻ കാണുന്നില്ലടാ. ഹലോ. കാണുന്നുണ്ട് മിസ്. ഓക്കെ. ഗുഡ് ആഫ്റ്റർനൂൺ. സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തതിന്റെ ബാക്കിയാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ, എന്താണ് ന്യൂക്ലിയോൺസിന്റെ ബൈൻഡിങ് എനർജിയും മാസ് ഡിഫക്റ്റ് ഒക്കെ എന്താണ്. അപ്പൊ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ലിക്വിഡ് ഡ്രോപ്പ് മോഡലാണ്. സോ എന്താണ് ലിക്വിഡ് ഡ്രോപ്പ് മോഡൽ എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് എ ന്യൂക്ലിയർ മോഡൽ അല്ലെ, അതായത് ന്യൂക്ലിയസിന്റെ ഒരു മോഡൽ. അപ്പൊ എന്താണ് ഇപ്പൊ നമ്മൾ ന്യൂക്ലിയസിൽ ആരൊക്കെ ഉണ്ട്, ന്യൂക്ലിയസിന്റെ പ്രോപ്പർട്ടീസ്, ദെൻ എന്താണ് ന്യൂക്ലിയസിന്റെ ബൈൻഡിങ് എനർജി, ഇതൊക്കെ പറഞ്ഞു. അപ്പൊ ഇനി നമ്മൾ നോക്കുന്നത്, അതായത് ഈ ന്യൂക്ലിയസിന്റെ ഫെർദർ പ്രോപ്പർട്ടീസ് ആൻഡ് ബിഹേവിയർ, ഇതൊക്കെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നമ്മൾ ഈ ന്യൂക്ലിയസിന് നമ്മൾ എന്താണ് ഇതിന്റെ ഒരു മോഡൽ, എങ്ങനെയാണ് ന്യൂക്ലിയസ് ഇരിക്കുന്നത് അല്ലെ, അങ്ങനെ ഒരു മോഡലിലേക്കാണ് ഇനി വരുന്നത്. അപ്പൊ എന്താണ്, ഒരുപാട് ആളുകൾ പല മോഡലുകളും പ്രപ്പോസ് ചെയ്തു. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഈ പ്രപ്പോസ് ചെയ്യുന്നതിന്റെയൊക്കെ ബേസ് ആയിട്ട് ഇവർ എടുക്കുന്നത്, നമുക്കറിയാം ന്യൂക്ലിയസിൽ ആരൊക്കെയാണ് ഉള്ളത്. ന്യൂക്ലിയസിലുള്ളത് ആരാണ്? ന്യൂക്ലിയോൺസ്. ഈ ന്യൂക്ലിയോൺസുകൾക്കിടയിൽ എന്തുണ്ട്? സ്ക്രീനിൽ എഴുതുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ. അപ്പൊ ന്യൂക്ലിയസിനകത്ത് ന്യൂക്ലിയോൺസ് ഉണ്ട്. ഈ ന്യൂക്ലിയോൺസുകൾക്കിടയിൽ നമ്മൾ പറഞ്ഞു ന്യൂക്ലിയർ ഫോഴ്സസ് ഉണ്ടെന്ന്. ന്യൂക്ലിയോൺസുകൾക്കിടയിൽ എന്തുണ്ട്? ന്യൂക്ലിയർ ഫോഴ്സസ് ഉണ്ട്. അപ്പൊ ഈ ന്യൂക്ലിയർ ഫോഴ്സസിന്റെ ബേസിസിലാണ് ഓരോ ന്യൂക്ലിയർ മോഡലും ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ളത്. നമുക്കറിയാം, ഇതാണ് ദിസ് ഇസ് ദ ന്യൂക്ലിയസ്. അപ്പൊ ഇതിനകത്ത് എന്തുണ്ട്? ന്യൂക്ലിയോൺസ് ഉണ്ട്. അപ്പൊ ഈ ന്യൂക്ലിയോൺസുകളെ തമ്മിൽ ബൈൻഡ് ചെയ്ത് നിർത്താൻ വി നീഡ് എ വെരി സ്ട്രോങ് ഷോർട്ട് റേഞ്ച് ന്യൂക്ലിയർ ഫോഴ്സ്. അപ്പൊ ആ ന്യൂക്ലിയർ ഫോഴ്സസിന്റെ ബേസിസിലാണ് ഓരോ ന്യൂക്ലിയർ മോഡലും എന്ത് ചെയ്തിട്ടുള്ളത്? ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ളത്. സോ അങ്ങനെ ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ള മോഡൽ. ഓക്കെ. സോ ഈ ന്യൂക്ലിയർ മോഡല് മെയിൻ ആയിട്ടും രണ്ട് ടൈപ്പ് ആണുള്ളത്. അതിൽ ഫസ്റ്റ് വൺ സ്ട്രോങ് ഇന്ററാക്ഷൻ മോഡൽ ആൻഡ് സെക്കൻഡ് വൺ ദ ഇൻഡിപെൻഡന്റ് പാർട്ടിക്കിൾ മോഡൽ. അപ്പൊ ഇങ്ങനെ രണ്ട് മോഡൽസ് ആണ് നമുക്കുള്ളത്, സ്ട്രോങ് ഇന്ററാക്ഷൻ മോഡലും ഇൻഡിപെൻഡന്റ് പാർട്ടിക്കിൾ മോഡൽ. സോ എന്താണ് സ്ട്രോങ് ഇന്ററാക്ഷൻ മോഡൽ? ആ പേരിൽ നിന്ന് നമുക്ക് അറിയാൻ പറ്റില്ല എന്താണ് സ്ട്രോങ് ഇന്ററാക്ഷൻ മോഡൽ എന്ന് പറഞ്ഞാല്. സിമ്പിൾ ആണ്, നമുക്കറിയാം ന്യൂക്ലിയസിനകത്ത് ന്യൂക്ലിയോൺസുകൾ ഇങ്ങനെ കണക്ട് ചെയ്ത് കിടക്കാണ്. ഈ ഒരു ന്യൂക്ലിയോണ് മറ്റൊരു ന്യൂക്ലിയോണുമായിട്ട് സ്ട്രോങ്ലി കപ്പിൾഡ് ആയിരിക്കും. അതാണ് സ്ട്രോങ് ഇന്ററാക്ഷൻ മോഡലിന്റെ ബേസിക് എന്ന് പറയുന്നത്. അതായത് സ്ട്രോങ് ഇന്ററാക്ഷൻ മോഡൽ ഡെവലപ്പ് ചെയ്തത് ഈ ഒരു അസംഷൻ വെച്ചിട്ടാണ്. എന്താണ് അസംഷൻ? എന്താണ്? വിത്തിൻ ദ ന്യൂക്ലിയസിനകത്ത് ഒരു ന്യൂക്ലിയോണ് മറ്റൊരു ന്യൂക്ലിയോണുമായിട്ട് എന്താണ്? സ്ട്രോങ്ലി കപ്പിൾഡ് ആയിരിക്കും. So that is the assumption of the strong interaction model. ആ പേരിൽ നിന്ന് നമുക്ക് കിട്ടും strong interaction. That means one nucleon is strongly coupled with another nucleon. ഇങ്ങനെ സ്ട്രോങ് ഇന്ററാക്ഷൻ മോഡലിന് ഒരു എക്സാമ്പിൾ ആണ് എന്തെന്ന് പറയുന്നത്? ലിക്വിഡ് ഡ്രോപ്പ് മോഡൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് എ മോഡൽ ഓഫ് ന്യൂക്ലിയസ് ഇൻ വിച്ച് ന്യൂക്ലിയോൺസ് ആർ സ്ട്രോങ്ലി കപ്പിൾഡ് ടുഗെദർ. So one of the example for strong interaction model is liquid drop model. അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ലിക്വിഡ് ഡ്രോപ്പ് മോഡൽ എന്ന് പറയുന്നത് ന്യൂക്ലിയസിന്റെ മോഡൽ ആണ്. അത് എന്തിന് എക്സാമ്പിൾ ആണ്? ഒരു സ്ട്രോങ് ഇന്ററാക്ഷൻ മോഡലിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, ഇനി ഈ ലിക്വിഡ് ഡ്രോപ്പ് മോഡൽ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ സ്ട്രോങ് ഇന്ററാക്ഷൻ മോഡൽ ഉപയോഗിച്ചിട്ട് നമുക്ക് ഏത് ഫിനോമിന എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന പറയുന്നത്? ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറയുന്ന ഫിനോമിന നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. Okay, and it is also used to arrive at the semi-empirical mass formula which enable us to calculate the nuclear masses. അപ്പോൾ ഈ ലിക്വിഡ് ഡ്രോപ്പ് മോഡൽ ഉപയോഗിച്ചിട്ട് we have to explain the nuclear fission process and also the semi-empirical mass formula. What is the purpose of semi-empirical mass formula? എന്തിനാണ് സെമി എംപിരിക്കൽ മാസ് ഫോർമുല? ഇൻ ഓർഡർ ടു കാൽക്കുലേറ്റ് ദ ന്യൂക്ലിയർ മാസസ്. ന്യൂക്ലിയസിന്റെ മാസസ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്. സോ ഫസ്റ്റ് വൺ ആണ് ഏതപ്പോൾ നമ്മൾ പഠിച്ചത്? സ്ട്രോങ് ഇന്ററാക്ഷൻ മോഡൽ. ഇനി അതുപോലെ അടുത്തൊരു ന്യൂക്ലിയർ മോഡലാണ് ദ ഇൻഡിപെൻഡന്റ് പാർട്ടിക്കിൾ മോഡൽ. ഇൻഡിപെൻഡന്റ് പാർട്ടിക്കിൾ മോഡൽ. ഈ ഒരു ഇൻഡിപെൻഡന്റ് പാർട്ടിക്കിൾ മോഡലിന്റെ ബേസിക് അസംഷൻ എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ നമ്മൾ പറയുന്നത് എങ്ങനെയായിരുന്നു? ഒരു ന്യൂക്ലിയോണും മറ്റൊരു ന്യൂക്ലിയോണുമായിട്ട് ക്ലോസ്ലി അല്ലെങ്കിൽ സ്ട്രോങ്ലി കപ്പിൾഡ് ആണ്. ബട്ട് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇവിടെ ഇൻഡിപെൻഡന്റ് പാർട്ടിക്കിൾ മോഡൽ. ആ നെയിം തന്നെ നോക്കൂ, ഇൻഡിപെൻഡന്റ്. അവരെങ്ങനെയാണ്? സ്വതന്ത്രമാണ്. ബട്ട് എന്താണ്? ഇതാണ് ന്യൂക്ലിയസ്. സപ്പോസ് ദിസ് ഇസ് ദ ന്യൂക്ലിയസ്. ഈ ന്യൂക്ലിയസിനകത്ത് ദർ ഇസ് എ കോമൺ ന്യൂക്ലിയർ പൊട്ടൻഷ്യൽ. ഇവിടെ എന്തുണ്ട്? ഒരു കോമൺ ന്യൂക്ലിയർ പൊട്ടൻഷ്യൽ ഈ ന്യൂക്ലിയസിനകത്തുണ്ട്. ഓക്കെ, ആ ഒരു പൊട്ടൻഷ്യലിലുള്ള
ഉള്ളിലായിരിക്കും ആര് ന്യൂക്ലിയോൺസ്, ബട്ട് ദേ ക്യാൻ മൂവ് ഇൻഡിപെൻഡന്റ്ലി. ഓക്കെ, അപ്പൊ ന്യൂക്ലിയോൺസ് എങ്ങനെയാണ്? ദേ ആർ നോട്ട് മറ്റതിലെ പോലെ സ്ട്രോങ്ലി കപ്പിൾഡ് അല്ല. ദേ ക്യാൻ മൂവ് ഇൻഡിപെൻഡന്റ്ലി. ഓരോ ന്യൂക്ലിയോണും ഇൻഡിപെൻഡന്റ്ലി മൂവ് ചെയ്യാം. ബട്ട് എവിടെയായിരിക്കും അവര്? ദേ ആർ വിത്തിൻ ദാറ്റ് കോമൺ ന്യൂക്ലിയർ പൊട്ടൻഷ്യൽ. ഒരു കോമൺ ന്യൂക്ലിയർ പൊട്ടൻഷ്യൽ എല്ലാ ന്യൂക്ലിയസിനകത്തുണ്ടായിരിക്കും. ആ ഒരു പൊട്ടൻഷ്യലിന്റെ അകത്ത് ഈ ന്യൂക്ലിയോൺസുകൾക്ക് എന്ത് ചെയ്യാം? സ്വതന്ത്രമായിട്ട് ഇൻഡിപെൻഡന്റ് ആയിട്ട് മൂവ് ചെയ്യാം. ഈ ഒരു ബേസിക് അസംഷൻ ആണ് ഇൻഡിപെൻഡന്റ് പാർട്ടിക്കിൾ മോഡൽ എന്ന് പറയുന്ന ന്യൂക്ലിയർ മോഡലിന്റെ ബേസിക്. സോ അതിന് എക്സാമ്പിൾ ആണ് ഇത് ഷെൽ മോഡൽ എന്ന് പറയുന്നത്. അത് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. സോ എക്സാമ്പിൾ ഫോർ ഇൻഡിപെൻഡന്റ് പാർട്ടിക്കിൾ മോഡൽ ഈസ് ഷെൽ മോഡൽ ആൻഡ് എക്സാമ്പിൾ ഫോർ സ്ട്രോങ് ഇന്ററാക്ഷൻ മോഡൽ ഈസ് ലിക്വിഡ് ഡ്രോപ്പ് മോഡൽ. ഓക്കെ, സോ അപ്പൊ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ഏതാണ്? ലിക്വിഡ് ഡ്രോപ്പ് മോഡൽ. ഇറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ സ്ട്രോങ് ഇന്ററാക്ഷൻ മോഡൽ. ഓക്കെ, അപ്പൊ ലിക്വിഡ് ഡ്രോപ്പ് മോഡൽ എന്ന് പറയുന്നത് എന്താണ്? ന്യൂക്ലിയസിന്റെ ഒരു മോഡൽ അല്ലേ. ഇപ്പൊ ഇനി നമ്മൾ ന്യൂക്ലിയർ മോഡൽ, അപ്പൊ നമ്മളെ മനസ്സിൽ പാര മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ? ന്യൂക്ലിയസിനെ നമ്മൾ എന്തുമായിട്ട് കമ്പയർ ചെയ്യുന്നു? ലിക്വിഡ് ഡ്രോപ്പ്, ഒരു എന്താണ്? വെള്ളത്തിന്റെ തുള്ളി അല്ലെ. അപ്പൊ ലിക്വിഡ് ഡ്രോപ്പ് മോഡൽ ഓഫ് ന്യൂക്ലിയസ് വാസ് ഫസ്റ്റ് സജസ്റ്റഡ് ബൈ നീൽസ് ബോർ. നീൽസ് ബോർ ആണ് ഇത് ആദ്യമായിട്ട് സജസ്റ്റ് ചെയ്തിട്ടുള്ള സയന്റിസ്റ്റ്. സോ അദ്ദേഹം എന്താ ചെയ്തത്? സിമ്പിൾ ആണ്. അദ്ദേഹം ചെയ്തതെന്ന് വെച്ചാൽ എന്താണ്? ഹി ജസ്റ്റ് മേക്ക് എ കമ്പാരിസൺ ബിറ്റ്വീൻ ന്യൂക്ലിയസ് ആൻഡ് ഡ്രോപ്പ് ഓഫ് എ ലിക്വിഡ്. ന്യൂക്ലിയസിനെയും ഒരു ലിക്വിഡ് ഡ്രോപ്പിനെയും തമ്മിൽ അദ്ദേഹം എന്ത് ചെയ്തു? കമ്പയർ ചെയ്തു. ന്യൂക്ലിയസിനെയും ലിക്വിഡ് ഡ്രോപ്പിനെയും കമ്പയർ ചെയ്തു. നിങ്ങൾ നോക്കണേ, ഒരു ലിക്വിഡ് ഡ്രോപ്പും ദെൻ എന്താണ്? ഒരു ന്യൂക്ലിയസും. ഓക്കെ, ഇത് രണ്ടുമാണ് അദ്ദേഹം കമ്പയർ ചെയ്തത്. ലിക്വിഡ് ഡ്രോപ്പ് എന്ന് പറയുന്നത് എന്താണ്? ലിക്വിഡ് ഡ്രോപ്പ് അതൊരു മാക്രോ പാർട്ടിക്കിൾ അല്ലേ, അല്ലെങ്കിൽ നമുക്കത് നമ്മൾ ആയിക്കൊണ്ട് നമ്മുടെ എന്താണ് ഈ വെച്ച് നമുക്ക് കാണാൻ പറ്റും. അതൊരു മാക്രോ വേൾഡിലുള്ള ഒന്നാണ് ലിക്വിഡ് ഡ്രോപ്പ് എന്ന് പറയുന്നത്. ബട്ട് വാട്ട് അബൌട്ട് ന്യൂക്ലിയസ്? ന്യൂക്ലിയസ് എന്ന് പറയുന്നത് അത് നമുക്ക് കാണാൻ പറ്റുമോ? ഇല്ല, അറ്റത്തെ നമുക്ക് കാണാൻ പറ്റില്ല. അപ്പൊ അതെന്താണ്? അത് മൈക്രോ വേൾഡിലുള്ള ഒന്നല്ലേ. അപ്പൊ നിങ്ങൾ നോക്കിയേ, മാക്രോ വേൾഡിലുള്ള ലിക്വിഡ് ഡ്രോപ്പിനെ മൈക്രോ വേൾഡിലുള്ള ന്യൂക്ലിയസുമായിട്ടാണ് ആര് കമ്പയർ ചെയ്തിട്ടുള്ളത്? നീൽസ് ബോർ ലിക്വിഡ് ഡ്രോപ്പ് മോഡലിൽ കമ്പയർ ചെയ്തിട്ടുള്ളത്. നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണല്ലേ, കാരണം നമുക്ക് ന്യൂക്ലിയസിനെ കാണാൻ കൂടി പറ്റില്ല. അപ്പൊ അങ്ങനെ മൈക്രോ വേൾഡിലുള്ള ഒരു ക്വാണ്ടം പാർട്ടിക്കിൾ ന്യൂക്ലിയസിനെ എന്താണ്? മാക്രോ വേൾഡിലുള്ള ഒരു ലിക്വിഡ് ഡ്രോപ്പുമായിട്ടാണ് നമ്മൾ ഇതിൽ കമ്പയർ ചെയ്തത്. അപ്പൊ എന്തൊക്കെ സിമിലാരിറ്റീസ് ആണ് അവർക്ക് തമ്മിലുള്ളത്? ഒരു ലിക്വിഡ് ഡ്രോപ്പിനും അതുപോലെ തന്നെ എന്താണ് ഒരു ന്യൂക്ലിയസിനും അവരെങ്ങനെയൊക്കെയാണ് സിമിലാരിറ്റീസ് കാണിക്കുന്നത് എന്നുള്ള നമുക്ക് പോയിന്റ്സ് വൈസ് നോക്കാം. ഇത് ലിക്വിഡ് ഡ്രോപ്പ് മോഡലിന്റെ ഒരു പോസിറ്റീവ്സ് കൂടിയായിട്ട് നമുക്ക് പറയാം. സോ ഫസ്റ്റ് വൺ എന്താണ്? ബോത്ത് ദ ന്യൂക്ലിയസ് ആൻഡ് എ ഡ്രോപ്പ് ഓഫ് ലിക്വിഡ് കണ്ടെയ്ൻ ലാർജ് നമ്പർ ഓഫ് പാർട്ടിക്കിൾ. സിമ്പിൾ ആണല്ലേ. അതായത് ന്യൂക്ലിയസിലും അതുപോലെ തന്നെ എന്താണ് വാട്ടർ ഡ്രോപ്പിൽ അല്ലെങ്കിൽ ലിക്വിഡ് ഡ്രോപ്പിൽ എന്താണ് ഒരുപാട് പാർട്ടിക്കിൾസ് ഉണ്ട്. ന്യൂക്ലിയസിലുള്ള പാർട്ടിക്കിൾസ് ആരാ? ന്യൂക്ലിയസിലുള്ള പാർട്ടിക്കിൾസ് ന്യൂക്ലിയോൺസ്. അതുപോലെ എന്താണ് ഒരു ഡ്രോപ്പ് ലിക്വിഡിലുള്ള പാർട്ടിക്കിൾസ് ഏതാ? വാട്ടർ പാർട്ടിക്കിൾസ്, റൈറ്റ്. അപ്പൊ രണ്ടിലും എന്തുണ്ട്? ഫസ്റ്റ് സിമിലാരിറ്റി എന്താണ്? രണ്ടിലും എന്താണ്? ലാർജ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കണ്ടെയ്ൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് പോസ്റ്റുലേറ്റ് എന്ന് പറഞ്ഞാൽ ബോത്ത് ദ ന്യൂക്ലിയസ് ആൻഡ് എ ഡ്രോപ്പ് ഓഫ് ലിക്വിഡ് ആർ ഹോമോജീനിയസ് ആൻഡ് ഇൻകംപ്രസിബിൾ. വിച്ച് മീൻസ് എന്താണ്? ന്യൂക്ലിയസിലും അതുപോലെ തന്നെ ഒരു ഡ്രോപ്പ് ഓഫ് ലിക്വിഡും രണ്ടും ഹോമോജീനിയസ് ആണ്. ദാറ്റ് മീൻസ് എന്താണ്? ത്രൂ ഔട്ട് അതിൽ മൊത്തം യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ട് ആണ്. പാർട്ടിക്കിൾസ് എങ്ങനെയാണ്? ഒരു ന്യൂക്ലിയസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു വാട്ടർ ഡ്രോപ്ലെറ്റ് ആയിക്കോട്ടെ, രണ്ടിലും എങ്ങനെയാണ്? പാർട്ടിക്കിൾസിനെ യൂണിഫോംലി ആണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. ദാറ്റ് മീൻസ് ഒരു പ്രത്യേക സ്ഥലത്ത് കുറെ അല്ലെങ്കിൽ ഒരു പ്രത്യേക സ്ഥലത്ത് വാക്കന്റ് ആയിരിക്കും, അങ്ങനെയല്ല. എങ്ങനെയാണ്? ഹോമോജീനിയസ് ആയിട്ട് രണ്ടിലും യൂണിഫോംലി ആണ് പാർട്ടിക്കിൾസിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ അവരെന്താണ്? ഇൻകംപ്രസിബിൾ ആണ്. അവരെ നമുക്ക് ഫുൾ കംപ്രസ്ഡ് ആക്കാൻ പറ്റില്ല രണ്ടും, കാരണം അതിനൊരു പെർട്ടിക്കുലർ വോളിയം വേണം. ദാറ്റ് മീൻസ് ഇൻകംപ്രസിബിൾ, റൈറ്റ്. സോ എന്താണ്? രണ്ടും ഇൻകംപ്രസിബിൾ ആണ്. അതുപോലെ തന്നെ പാർട്ടിക്കിൾസ് എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്? യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ്. ദാറ്റ് ഈസ് ദേ ആർ ഹോമോജീനിയസ്. Okay, then next point, അടുത്ത സിമിലാരിറ്റി ആണ്. This is very important. Nuclear mass density is constant. Nuclear mass density is constant throughout its entire volume and drops to zero for the at the boundary surface just like a liquid drop. എന്താ പറഞ്ഞിട്ടുള്ളത്? നമ്മൾ ന്യൂക്ലിയസിന്റെ പ്രോപ്പർട്ടീസ് പഠിച്ച സമയത്ത് നമ്മൾ പഠിച്ചിരുന്നു. എന്താ ന്യൂക്ലിയർ ഡെൻസിറ്റി എന്ന് പറയുന്നത്?
കോൺസ്റ്റന്റ് ആണ്. ഇവിടെ നോക്കിയാൽ ന്യൂക്ലിയർ മാസ് ഡെൻസിറ്റി ഒരു ന്യൂക്ലിയസിന്റെ കോൺസ്റ്റന്റ് ആണ്. എൻറ്റയർ ദ വോളിയം, ആ വോളിയത്തിൽ മൊത്തം, അതായത് സപ്പോസ് ദിസ് ഇസ് ദ ന്യൂക്ലിയസ്, ഇതിൽ നമ്മൾ എവിടെ നമ്മൾ എടുത്തു നോക്കിയാലും അതിന്റെ ന്യൂക്ലിയർ മാസ് ഡെൻസിറ്റി എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കും. ആ ഒരു എൻറ്റയർ വോളിയത്തിൽ അതിന്റെ ന്യൂക്ലിയർ മാസ് ഡെൻസിറ്റി എല്ലായിടത്തും എന്തായിരിക്കും, സെയിം വാല്യൂ ആയിരിക്കും. പിന്നെ അത് എപ്പോൾ മാത്രമേ സീറോയിലേക്ക് ഡ്രോപ്പ് ചെയ്യുള്ളൂ, അതിന്റെ സർഫസിലെ പാർട്ടിക്കിൾസ് നോക്കുമ്പോൾ ആ സമയത്ത് എന്ത് ചെയ്യും, സീറോയിലേക്ക് ഡ്രോപ്പ് ചെയ്യും. ഇതേ പ്രോപ്പർട്ടിയാണ് ആര് കാണിക്കുന്നത്, ഒരു ലിക്വിഡ് ഡ്രോപ്പ് കാണിക്കുന്നത്. അതിന്റെ ഗ്രാഫാണ് നമ്മളിവിടെ ഗ്രാഫ് കണ്ടോ. മാസ് ഡെൻസിറ്റി എടുത്തു, റേഡിയൽ ഡിസ്റ്റൻസ്, അതായത് ഇതെന്താണ്, ഒരു ഇതല്ലേ വാട്ടർ ഡ്രോപ്ലെറ്റ്. അപ്പൊ സെന്റർ എന്താണ്, സെന്ററിൽ നിന്നും ഇങ്ങനെ പോകുന്നു സർഫസിൽ കണ്ടോ, സെന്ററിൽ നിന്നും പോകുന്നത് തൊട്ട് സർഫസിൽ എത്തുന്നത് വരെ മാസ് ഡെൻസിറ്റി എന്ന് പറയുന്നത് കണ്ടോ കോൺസ്റ്റന്റ് ആണ്. മാസ് ഡെൻസിറ്റിക്ക് ഒരു മാറ്റം വരുന്നില്ല. ബട്ട് അറ്റ് ദ സർഫസ് ഓർ അറ്റ് ദ ബൗണ്ടറി മാസ് ഡെൻസിറ്റി വിൽ ബിക്കം ടു സീറോ. ഓക്കെ, ഈ ഒരു സെയിം പാറ്റേൺ തന്നെയാണ് നമ്മുടെ ന്യൂക്ലിയസും ഫോളോ ചെയ്യുന്നത്. ന്യൂക്ലിയർ, അതായത് അതിന്റെ ന്യൂക്ലിയർ മാസ് ഡെൻസിറ്റി എന്ന് പറയുന്നത് അതിന്റെ എൻറ്റയർ വോളിയത്തിൽ കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, നമ്മുടെ നെക്സ്റ്റ് സിമിലാരിറ്റി ആണ്. ഈച്ച് ന്യൂക്ലിയോൺ inside the nucleus interacts strongly with its nearest neighboring nucleons just as molecules do in liquid. യെസ്, നമുക്കറിയാവുന്ന കാര്യം അല്ലേ. അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ന്യൂക്ലിയസിൽ ആരുണ്ട്, ന്യൂക്ലിയസിൽ എന്തുണ്ട്, ന്യൂക്ലിയോൺസുകൾ ഉണ്ട്. അപ്പോൾ ഒരു ന്യൂക്ലിയസ്, അതായത് ഒരു ന്യൂക്ലിയസ് അതിന്റെ തൊട്ടടുത്തുള്ള എല്ലാ നൈബറിംഗ് ന്യൂക്ലിയോൺസിനെയും, സപ്പോസ് ദിസ് ഇസ് ദ ന്യൂക്ലിയോൺ, വൺ ന്യൂക്ലിയോൺ, ആൻഡ് ഇറ്റ് വിൽ അട്രാക്ട് വിത്ത് ഓൾ ഇറ്റ്സ് നൈബറിംഗ് ന്യൂക്ലിയോൺസ്. അത് അതിന്റെ തൊട്ടടുത്തുള്ള എല്ലാ നൈബറിംഗ് ന്യൂക്ലിയോൺസിനെയും എന്ത് ചെയ്യുന്നുണ്ട്, അതുമായിട്ട് ഇന്ററാക്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ സ്ട്രോങ്ലി ഇന്ററാക്റ്റഡ് ആണ് ഡ്യൂ ടു ദ ന്യൂക്ലിയർ ഫോഴ്സ്. അതേ സെയിം സംഭവം തന്നെയാണ് ഇതിലും. ഒരു വാട്ടർ ഡ്രോപ്ലെറ്റ്സിലും മോളിക്യൂൾസ് എന്താണ്, ഇന്ററാക്റ്റഡ് ആണ്. ഓക്കെ, സ്ട്രോങ്ലി ഇന്ററാക്റ്റഡ് ആണ്. ഡ്യൂ ടു വാട്ട്, അവിടെ എന്തായിരിക്കും, അത് കൊഹിഷൻ ഉണ്ടായിരിക്കും, സെയിം മോളിക്യൂൾസ് അല്ലേ. ഓക്കെ, അപ്പൊ അതേപോലെ തന്നെ ന്യൂക്ലിയസിലും എന്താണ്, ഒരു ന്യൂക്ലിയോൺ അതിന്റെ നിയറസ്റ്റ് നൈബറിംഗിലുള്ള എല്ലാ ന്യൂക്ലിയോൺസുമായിട്ടും സ്ട്രോങ്ലി ഇന്ററാക്റ്റഡ് ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ്. ഓക്കെ, നെക്സ്റ്റ് സിമിലാരിറ്റി എന്താണ്, ബോത്ത് ലിക്വിഡ് ഡ്രോപ്പ് ആൻഡ് ന്യൂക്ലിയസ് ഷോ സർഫസ് ടെൻഷൻ ഇഫക്റ്റ്. ബിക്കോസ് ഓഫ് ദിസ് എ nucleus just like a drop of liquid turns to spherical in the absence of any other forces. അതായത് നമ്മൾ പറഞ്ഞു, നമ്മൾ ന്യൂക്ലിയസിനെ ഒരു വാട്ടർ ഡ്രോപ്ലെറ്റുമായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കമ്പയർ ചെയ്യുന്നത്. ഓക്കെ, ദിസ് ഇസ് ദ ന്യൂക്ലിയസ് ആൻഡ് ദിസ് ഇസ് ദ ലിക്വിഡ് ഡ്രോപ്പ്. ഓക്കെ, അപ്പൊ നോക്കിയേ, ഇതില് നമുക്കറിയാം ലിക്വിഡ് ഡ്രോപ്പിന്റെ ഷേപ്പ് എന്താണ്, സ്പെറിക്കൽ ഷേപ്പ് ആണ്. കാരണം എന്താണ്, ലിക്വിഡ് ഡ്രോപ്പിന് എന്തുണ്ട്, സർഫസ് ടെൻഷൻ എഫക്ട് ഉണ്ട്. ദാറ്റ് മീൻസ് സർഫസ് മോളിക്യൂൾസിന് ആക്ട് ചെയ്യുന്ന ഒരു ഫോഴ്സ് ആണ് സർഫസ് ടെൻഷൻ അല്ലെ. അവർക്ക് എന്തുണ്ട്, താഴത്തോട്ട് അവർ തമ്മിൽ സർഫസ് ടെൻഷൻ എഫക്ട് ഉണ്ട്, താഴത്തോട്ട് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെയാണ് അതിന് ഏത് ഷേപ്പ് അറ്റൈൻ ചെയ്യുന്നത്, ഒരു സ്പെറിക്കൽ ഷേപ്പ് അറ്റൈൻ ചെയ്യുന്നത്. ഈ സെയിം സർഫസ് ടെൻഷൻ എഫക്ട് ആർക്കും ഉണ്ട് എന്നാ പറയുന്നത്, ന്യൂക്ലിയസിനും ഉണ്ട് എന്നാ പറയുന്നത്. ഓക്കെ, ലിക്വിഡ് ഡ്രോപ്പിനെ പോലെ തന്നെ ഈ ന്യൂക്ലിയസും എന്ത് കാണിക്കുന്നുണ്ട്, സർഫസ് ടെൻഷൻ എഫക്ട് കാണിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ദാറ്റ്സ് വൈ ന്യൂക്ലിയസ് എന്ത് ഷേപ്പ് അറ്റൈൻ ചെയ്യുന്നത്, ലിക്വിഡ് ഡ്രോപ്പിനെ പോലെ സ്പെറിക്കൽ ഷേപ്പ് അറ്റൈൻ ചെയ്യുന്നത്. എന്തിനാണ്, ടു മിനിമൈസ്, എന്താണ്, അതിന്റെ സർഫസ് എനർജി കുറച്ചിട്ട്, അതായത് സർഫസ് അത് നമ്മൾ നെക്സ്റ്റ് പറയുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ ഇത്ര ഓർക്കുക, ലിക്വിഡ് ഡ്രോപ്പിനെ പോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ന്യൂക്ലിയസും സർഫസ് ടെൻഷൻ എഫക്ട് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതെന്ത് ചെയ്യുന്നു, അതിന്റെ സൈസ് മാക്സിമം, സർഫസ് ഏരിയ മാക്സിമം കുറച്ചിട്ട് അതെന്ത് ചെയ്യുന്നു, സ്പെറിക്കൽ ആയിട്ട് നിൽക്കുന്നു. ഓക്കെ, വാട്ടർ ഡ്രോപ്പിനെ പോലെ ന്യൂക്ലിയസും സ്പെറിക്കൽ ആയിട്ട് നിൽക്കും. Okay, then next similarity നോക്കിക്കേ. Evaporation of molecules from a liquid drop is similar to loss of nucleons from a nucleus when provided external energy. സിമ്പിൾ ആണ് ഇത്. ഇതെന്താണ്, നമുക്കറിയാം എന്താണ്, ഒരു വാട്ടർ ഡ്രോപ്ലെറ്റ്സിൽ എന്തുണ്ടായിരിക്കും, വാട്ടർ ഡ്രോപ്പിൽ വാട്ടർ മോളിക്യൂൾസ് ഉണ്ടായിരിക്കും. ഈ വാട്ടർ മോളിക്യൂൾസ് എന്താണ്, ഒരു തെർമൽ മോഷനിലായിരിക്കും. ദാറ്റ് മീൻസ് ഇവയ്ക്ക് ഇവാപറേഷൻ സംഭവിക്കില്ലേ. ഒരു വാട്ടർ ഡ്രോപ്ലെറ്റ്സിന് വാട്ടറിൽ ഏത് മോളിക്യൂൾസ് ആണുള്ളത്, ലിക്വിഡ് മോളിക്യൂൾസ് ആണ്. ഈ ലിക്വിഡ് മോളിക്യൂൾസുകൾ ഇവാപറേഷൻ സംഭവിച്ചിട്ട് എന്തായി മാറുന്നുണ്ട്, ഗ്യാസ് ആയിട്ട് മാറുന്നുണ്ട്. ദാറ്റ് മീൻസ് എന്താണ്, അവിടെ ഈ ലിക്വിഡ് മോളിക്യൂൾസ് എന്ത് ചെയ്യുന്നു, എസ്കേപ്പ് ആയി പോകുന്നു. എവിടെ, എന്ത് എനർജി, ഇവാപറേഷൻ സംഭവിച്ചിട്ടാണെങ്കിൽ ഹീറ്റ് എനർജി അല്ലേ.
ഇതേപോലെ തന്നെ ന്യൂക്ലിയസിലും സംഭവിക്കുന്നുണ്ട്. നോക്കിക്കേ, ന്യൂക്ലിയസിൽ ആരുണ്ട്? ന്യൂക്ലിയോൺസുകളുണ്ട്. ഈ ന്യൂക്ലിയോൺസിൽ നമ്മൾ ഒരു പെർട്ടിക്കുലർ എനർജി കൊടുത്താൽ, ആ എനർജിയുടെ പേരെന്താണ്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. യെസ്, ബൈൻഡിങ് എനർജി അല്ലെ. നമ്മളെ ഒരു പെർട്ടിക്കുലർ ബൈൻഡിങ് എനർജി ഈ ന്യൂക്ലിയസിന് കൊടുത്താൽ ഇതിലുള്ള ന്യൂക്ലിയോൺസുകൾ സ്പ്ലിറ്റ് ആവില്ലേ? വി ക്യാൻ ബ്രേക്ക് ദ ന്യൂക്ലിയർ ഫോഴ്സ് ആൻഡ് ദ ന്യൂക്ലിയോൺസ് ഗെറ്റ് എസ്കേപ്ഡ് അല്ലെ. ന്യൂക്ലിയോൺസ് ഇതിൽ എന്ത് ചെയ്യും? എസ്കേപ്പ് ചെയ്തു പോകും. അതായത് ന്യൂക്ലിയോൺസിന്റെ ലോസ് ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത്, വാട്ടറിലാണെന്നുണ്ടെങ്കിൽ, സോറി, ലിക്വിഡ് ഡ്രോപ്പിലാണെന്നുണ്ടെങ്കിൽ ഇവാപറേഷൻ സംഭവിച്ചിട്ട് ലിക്വിഡ് മോളിക്യൂൾസ് എന്ത് ചെയ്യും? ഗ്യാസ് ആയി മാറുന്നു. ദാറ്റ് മീൻസ് ആ ലിക്വിഡ് ഡ്രോപ്പിൽ മോളിക്യൂൾസ് എസ്കേപ്പ് ചെയ്തു പോകുന്നു. ആ സെയിം സംഭവമാണ് ഇവിടെ ന്യൂക്ലിയസിലും. ബൈൻഡിങ് എനർജി കൊടുക്കുന്നു. ബൈൻഡിങ് എനർജി കൊടുത്തതിന്റെ ഫലമായിട്ട് ന്യൂക്ലിയോൺസ് സ്പ്ലിറ്റ് ആയിട്ട് ന്യൂക്ലിയോൺസ് എന്ത് ചെയ്യുന്നു? ലോസ് ചെയ്യുന്നു പോകുന്നു. ന്യൂക്ലിയോൺസ് അവ എസ്കേപ്പ് ചെയ്യുന്നു. അപ്പൊ നോക്കിയേ നിങ്ങളെ, അപ്പോ വാട്ടർ ഡ്രോപ്പിലുള്ള ഹീറ്റ് ഓഫ് ഇവാപറേഷൻ, അവിടെ നമ്മൾ ഇവാപറേഷൻ ആണ് എനർജി ആയിട്ട് കൊടുക്കുന്നത്, ഹീറ്റ് ആണ് എനർജി ആയിട്ട് കൊടുക്കുന്നത്. അത് ന്യൂക്ലിയസിലോട്ട് വരുമ്പോ എന്താവുന്നു? ബൈൻഡിങ് എനർജി. കണ്ടോ? കമ്പാരിസൺ കണ്ടോ? സിമിലാരിറ്റീസ് കണ്ടോ? ലിക്വിഡ് ഡ്രോപ്പിൽ ഹീറ്റ് ഓഫ് ഇവാപറേഷൻ, അതുവഴി എന്ത് ചെയ്യുന്നു? ലിക്വിഡ് ഡ്രോപ്പ് മോളിക്യൂൾസ് എന്ത് ചെയ്യുന്നു? എസ്കേപ്പ് പോകുന്നു. ന്യൂക്ലിയസിലോട്ട് വരുമ്പോൾ അത് ബൈൻഡിങ് എനർജി. ബൈൻഡിങ് എനർജി നമ്മൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ അതിൽ നിന്നും ന്യൂക്ലിയോൺസ് എന്ത് ചെയ്യുന്നു? എസ്കേപ്പ് പോകുന്നു, അല്ലെങ്കിൽ ന്യൂക്ലിയസിൽ നിന്നും ന്യൂക്ലിയോൺസിനെ നഷ്ടപ്പെടുന്നു. ഓക്കെ, സോ ദിസ് ഇസ് ദ കമ്പാരിസൺ. Heat of evaporation in a liquid drop is equal to the binding energy in a nucleus. Okay, the next comparison, the fusion of a small drop into larger ones and breaking up of, okay, it's simple. ഇതെന്താന്ന് പറയുന്നത് വെച്ചാല്, ഓക്കെ, നമ്മൾ പറഞ്ഞു ന്യൂക്ലിയസിൽ എന്തൊക്കെ പ്രോസസ് നടക്കടാ? ന്യൂക്ലിയർ ഫിഷൻ നടക്കും, ന്യൂക്ലിയർ ഫ്യൂഷൻ നടക്കും അല്ലെ. ഫിഷൻ ഉണ്ട്, ഫ്യൂഷൻ ഉണ്ട്. ഫിഷൻ ആൻഡ് ഫ്യൂഷൻ, ഈ രണ്ട് പ്രോസസ്സുകളും എവിടെ നടക്കുന്നുണ്ട്? ന്യൂക്ലിയസിൽ നടക്കുന്നുണ്ട്. എന്താ ഫിഷൻ? എന്താണ് ഫിഷൻ? എന്താ? ഒരു ലൈറ്റർ ന്യൂക്ലിയൈ, എന്താണ്, സോറി, ഹെവിയർ ന്യൂക്ലിയൈ ബ്രേക്ക് ചെയ്തിട്ട് രണ്ട് ലൈറ്റർ ന്യൂക്ലിയർ, ഈ സെയിം സാധനം എന്നിൽ നടക്കും? ലിക്വിഡ് ഡ്രോപ്പിൽ നടക്കും. അതായത് രണ്ട് സ്മോൾ ലിക്വിഡ് ഡ്രോപ്പ് കുടിച്ച്, സോറി, ഒരു വലിയ ലാർജ് ഡ്രോപ്പ് എന്ത് ചെയ്യുന്നു? സ്പ്ലിറ്റ് ആയിട്ട് രണ്ട് സ്മോൾ ഡ്രോപ്പ് ആവുന്നു. അതുപോലെ തന്നെ ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? രണ്ട് ലൈറ്റർ ന്യൂക്ലിയൈ കമ്പൈൻ ചെയ്തിട്ട് ഒരു ഹെവി ന്യൂക്ലിയസ് ഉണ്ടാവുന്നു. The same process also happened in the liquid drop. രണ്ട് ചെറിയ ലിക്വിഡ് ഡ്രോപ്പുകൾ എന്തായിരുന്നു? കമ്പൈൻ ചെയ്തിട്ട് എന്താവുന്നു? ഒരു വലിയ ലിക്വിഡ് ഡ്രോപ്പ് ഉണ്ടാവുന്നു. അപ്പോൾ ഈ എന്താണ് ന്യൂക്ലിയസിൽ നടക്കുന്ന ഫിഷൻ ആൻഡ് ഫ്യൂഷൻ ആൾസോ വി ക്യാൻ കമ്പയർ വിത്ത് ദ ലിക്വിഡ് ഡ്രോപ്പ്. കാരണം ഈ സെയിം പ്രോസസ് അവിടെ എന്താണ്? ബ്രേക്കിംഗ്. രണ്ട് വാട്ടർ മോളിക്യൂൾസ് എന്ത് ചെയ്യുന്നു? അല്ല, ഒരു ഹെവിയർ ലാർജർ ബ്രേക്കിംഗ് ചെയ്തിട്ട് രണ്ട് സ്മോൾ ഉണ്ടാവുന്നു. അതുപോലെ രണ്ട് സ്മോൾ ഡ്രോപ്പ് കമ്പൈൻ ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? ഒരു വലിയ ലാർജ് ഡ്രോപ്പ് ഉണ്ടാവുന്നു. അപ്പോൾ ഈ ഫ്യൂഷൻ ആൻഡ് ഫിഷനെയും നമുക്ക് ഇതുവഴി എങ്ങനെ ഒരു ലിക്വിഡ് ഡ്രോപ്പുമായിട്ട് വി ക്യാൻ കമ്പയർ. ഓക്കെ, സോ ദീസ് ആർ ദ കമ്പാരിസൺ ദാറ്റ് വി മെയ്ഡ് ബിറ്റ്വീൻ എ ലിക്വിഡ് ഡ്രോപ്പ് ആൻഡ് എ ന്യൂക്ലിയസ്. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ കമ്പയർ ചെയ്തത്? ഫിഷൻ ആൻഡ് ഫ്യൂഷൻ, ദെൻ ബൈൻഡിങ് എനർജി വിത്ത് ഹീറ്റ് ഓഫ് ഇവാപറേഷൻ, റൈറ്റ്. ദെൻ പിന്നെ നമ്മൾ പറഞ്ഞത് എന്താണ്? സർഫസ് ടെൻഷൻ എഫക്ട് കാണിക്കുന്നുണ്ട്, ന്യൂക്ലിയസ് കാണിക്കുന്നുണ്ട്. വി നോ ലിക്വിഡ് ഡ്രോപ്പ് ഓൾസോ ഷോ. ദെൻ നമ്മൾ പറഞ്ഞത് ന്യൂക്ലിയർ മാസ് ഡെൻസിറ്റി. ന്യൂക്ലിയർ മാസ് ഡെൻസിറ്റി എന്ന് പറയുന്നത് എന്താണ്? ത്രൂ ഔട്ട് ആ ന്യൂക്ലിയസിൽ കോൺസ്റ്റന്റ് ആയിരിക്കും, ജസ്റ്റ് ലൈക്ക് ദ ലിക്വിഡ് ഡ്രോപ്പ്. പിന്നെ രണ്ടും എന്താണ്? ന്യൂക്ലിയസും ലിക്വിഡ് ഡ്രോപ്പും രണ്ടും ഹോമോജീനിയസ് ആണ്, ഇൻകംപ്രസിബിൾ ആണ്. രണ്ടിലും ലാർജ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ഓരോ ന്യൂക്ലിയസിനകത്തുള്ള ഓരോ ന്യൂക്ലിയോണും തൊട്ടടുത്തുള്ള ന്യൂക്ലിയോൺസുമായിട്ട് സ്ട്രോങ്ലി ഇന്ററാക്റ്റഡ് ആണ്, ജസ്റ്റ് ലൈക്ക് ദ മോളിക്യൂൾസ് ഇൻ എ ലിക്വിഡ്. ഓക്കെ, അപ്പൊ ദീസ് ആർ ദ പോസ്റ്റ്ലേറ്റ്സ് ഓഫ് ലിക്വിഡ് ഡ്രോപ്പ് മോഡൽ അല്ലെ. നമ്മളിപ്പോൾ ലിക്വിഡ് ഡ്രോപ്പ് മോഡലാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ നമ്മൾ ജസ്റ്റ് എന്തേ ചെയ്തുള്ളൂ? മാക്രോ പാർട്ടിക്കിൾ ആയിട്ടുള്ള ഒരു ലിക്വിഡ് ഡ്രോപ്പിനെ മൈക്രോ ആയിട്ടുള്ള ന്യൂക്ലിയസുമായിട്ട് നമ്മൾ എന്ത് ചെയ്തു? കമ്പയർ ചെയ്തു. എ ലിക്വിഡ് ഡ്രോപ്പ് ഗെറ്റ് കമ്പയർഡ് വിത്ത് വാട്ട്? ന്യൂക്ലിയസ്. സോ നമ്മൾ പറയുന്നത് എന്തായിരുന്നു? ഒരു ന്യൂക്ലിയസിന് നമുക്ക് അപ്പൊ ഏതൊരു മോഡൽ കൊടുക്കാം? ഒരു ലിക്വിഡ് ഡ്രോപ്പിന്റെ മോഡല് നമുക്ക് അസൈൻ ചെയ്ത് കൊടുക്കാം. ഓക്കെ, okay, now we are moving on to semi-empirical mass formula. Okay, before that, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഓക്കെ, മാസ് കാണാനുള്ള ഇക്വേഷൻ, മാസ് ഡിഫക്റ്റ്, ഡെൽറ്റ എം, ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്താണ് അല്ലെ. ബട്ട് ഇപ്പൊ നമ്മളുടെ ന്യൂക്ലിയസിന് ഒരു മോഡൽ ഇല്ലായിരുന്നു. അപ്പൊ നമ്മൾ മാസ് ഡിഫക്റ്റും ബൈൻഡിങ് എനർജി എല്ലാം കാൽക്കുലേറ്റ് ചെയ്തു. ബട്ട് നൗ വി ഹാവ് എ മോഡൽ ഫോർ അവർ ന്യൂക്ലിയസ്.
ഏതാണ്? ലിക്വിഡ് ഡ്രോപ്പ് മോഡൽ. ഇപ്പൊ നമ്മളുടെ ന്യൂക്ലിയസ് എന്തുപോലെയാണ്? ഒരു ലിക്വിഡ് ഡ്രോപ്പ് പോലെയാണ്. ഓക്കെ അല്ലേ? അപ്പോൾ അത് അങ്ങനെ കൺസിഡർ ചെയ്യുമ്പോൾ നമ്മുടെ ഇതിന് എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ? അവിടെയാണ് നമ്മൾ സെമി എംപെരിക്കൽ മാസ് ഫോർമുലയുടെ ഇമ്പോർട്ടൻസ് വരുന്നത്. നമുക്ക് നോക്കാം. സോ ഈ ഫോർമുല എന്തിനായിരിക്കും? അപ്പോ കാൽക്കുലേറ്റ് ദ മാസ് ഓഫ് എ ഗിവൺ ന്യൂക്ലിയസ് അല്ലേടാ? ഒരു ന്യൂക്ലിയസിന്റെ മാസ് കാൽക്കുലേറ്റ് ചെയ്യാനാണ്. അത് നമുക്ക് എന്തൊക്കെ അറിയണം? അതിന്റെ അറ്റോമിക് നമ്പർ അറിയണം, അതുപോലെ തന്നെ അതിന്റെ മാസ് നമ്പർ അറിയണം. ഓക്കെ ഓക്കെ അപ്പൊ നമുക്ക് ആദ്യം അറിയുന്ന കാര്യങ്ങള്, 1 സെക്കൻഡ്, നമുക്ക് അറിയുന്ന കാര്യങ്ങളായി നമുക്ക് നോക്കാം. അപ്പൊ സപ്പോസ് ഒരു ന്യൂക്ലിയസ് നമ്മൾ കൺസിഡർ ചെയ്തു വിത്ത് അറ്റോമിക് നമ്പർ Z ആൻഡ് മാസ് നമ്പർ A. അങ്ങനെയാണെങ്കിൽ ആ ന്യൂക്ലിയസിന്റെ മാസ് എന്ന് പറയുന്നത് എത്രയാണ്? ZMP പ്ലസ് ന്യൂട്രോണിന്റെ നമ്പർ എങ്ങനെയാണ്? A മൈനസ് Z, മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പർ ഇൻറ്റു മാസ് ഓഫ് എ ന്യൂട്രോൺ അല്ലെ? ഇതാണ് ഒരു ന്യൂക്ലിയസിന്റെ മാസ് എന്ന് പറയുന്നത്, അതിന്റെ കാൽക്കുലേറ്റഡ് മാസ് എന്ന് പറയുന്നത്. ഇതെല്ലാം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. മാസ് ഡിഫക്റ്റും അറിയാം, ബൈൻഡിങ് എനർജി. ഓക്കെ, ബൈൻഡിങ് എനർജി വരെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഓക്കെ, നമുക്ക് ജസ്റ്റ് അതൊന്ന് എഴുതാം. എന്താണ് നമ്മുടെ മാസ് ഡിഫക്റ്റ്? മാസ് ഡിഫക്റ്റ് എന്ന് പറയുന്നത് കാൽക്കുലേറ്റഡ് മാസ് മൈനസ് ആക്ച്വൽ മാസ് ആണ്. ദാറ്റ് ഈസ് ZMP പ്ലസ് A മൈനസ് Z ഇൻറ്റു MN മൈനസ് M. ദിസ് ഈസ് ദ ആക്ച്വൽ മാസ് അല്ലെ? ഇനി നമ്മൾ പറഞ്ഞു ബൈൻഡിങ് എനർജി എന്ന് പറയുന്നത് ഡെൽറ്റ M ഇൻറ്റു C² ആണ്. By the equation what? E is equal to mc square, Einstein mass energy relation, right? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൽ നിന്നും ബൈൻഡിങ് എനർജി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചതാണ്. ZMP പ്ലസ് A മൈനസ് Z MN മൈനസ് M ഇൻറ്റു C². ഇത്രയും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വെച്ചതാണ്. ഇനി നിങ്ങൾ നോക്കുക, നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ സീനെ ബൈൻഡിങ് എനർജിയുടെ സൈഡിലേക്ക് കൊണ്ടുവരുന്നു. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? Okay. Binding energy divided by C² is equal to ZMP plus A minus Z into MN minus M. Okay. ഇനി നമ്മൾ ഇതിൽ നിന്നും ഈ MA ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. കാരണം നമുക്ക് മാസല്ലേ കണ്ടത്, ന്യൂക്ലിയസിന്റെ മാസ് ആണ് കണ്ടത്. സോ ആ എമ്മിനെ നമ്മൾ ഇങ്ങോട്ട് എടുക്കുന്നു. സോ M is equal to മൈനസ് ഇങ്ങോട്ട് വരുമ്പോൾ പ്ലസ് M is equal to ZMP plus A minus Z into MN minus binding energy divided by C². ഓക്കെ, ഇക്വേഷൻ ക്ലിയർ ആണോ? നമ്മൾ എന്ത് ചെയ്തു? ജസ്റ്റ് നമ്മൾ എമ്മിനെ ഈക്വൽ ടു M ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ M is equal to ZMP plus A minus Z into MN. ഇത് ബൈൻഡിങ് എനർജി ബൈ C² ഈക്വൽ ടു അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ മൈനസ് ബൈൻഡിങ് എനർജി ഡിവൈഡഡ് ബൈ C². ഓക്കെ ആണോ? സോ ഇതാണ് നമ്മളുടെ ഒരു ന്യൂക്ലിയസിന്റെ മാസ് കാണാനുള്ള ഇക്വേഷൻ. ഓക്കെ, ഇനി നമുക്കറിയാം ഇപ്പൊ നമ്മളുടെ ന്യൂക്ലിയസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ലിക്വിഡ് ഡ്രോപ്പ് മോഡലാണ്. അതായത് ലിക്വിഡ് ഡ്രോപ്പിന്റെ പല ഫീച്ചേഴ്സും അത് ഒബേ ചെയ്യുന്നുണ്ട്. ഓക്കെ ആണോ? അങ്ങനെ ഒബേ ചെയ്യുന്ന ഒരു ന്യൂക്ലിയസിന്റെ ബൈൻഡിങ് എനർജി, അങ്ങനെ ഒബേ ചെയ്യുന്ന ഒരു ന്യൂക്ലിയസിന്റെ ബൈൻഡിങ് എനർജിക്ക് പല വ്യത്യാസവും വരുന്നുണ്ട്. അതാണ് നമ്മൾ നോക്കുന്നത്. ഇനി നമ്മളുടെ ഇപ്പൊ ഇതിൽ നമുക്ക് എല്ലാ ടേംസും അറിയാം, ബട്ട് നമുക്ക് ബൈൻഡിങ് എനർജി അറിയില്ല. ബൈൻഡ് എനർജി നമുക്ക് കണ്ടുപിടിക്കണം. അങ്ങനെ നമ്മളുടെ ബൈൻഡിങ് എനർജിയെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒരു ലിക്വിഡ് ഡ്രോപ്പ് മോഡൽ ആയിട്ടുള്ള ന്യൂക്ലിയസിന്റെ ബൈൻഡിങ് എനർജിയെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ്. ആ ബൈൻഡിങ് എനർജിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വേഷൻ കണ്ടുപിടിച്ച് കൊടുക്കുന്നു. നമ്മൾ ഇതിൽ നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? സെമി എംപെരിക്കൽ മാസ് ഫോർമുല കിട്ടും. ഓക്കെ ആണോ? ഈ ബൈൻഡിങ് എനർജിക്കുള്ള ഇക്വേഷൻ കണ്ടുപിടിക്കുന്നു. നമ്മൾ ജസ്റ്റ് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. വി വിൽ ഒബ്റ്റെയിൻ ദി ഇക്വേഷൻ, വി വിൽ ഒബ്റ്റെയിൻ ദ സെമി എംപെരിക്കൽ മാസ് ഫോർമുല. അപ്പൊ നമുക്ക് നോക്കാം. നോക്കിയേ, ബൈൻഡിങ് എനർജി ഈസ് കോൺട്രിബ്യൂട്ടഡ് ബൈ എ നമ്പർ ഓഫ് ടേംസ്. അപ്പൊ കുറച്ച് ഫാക്ടേഴ്സ് ബൈൻഡിങ് എനർജിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണത്? ഫസ്റ്റ് വൺ, ഇപ്പൊ എപ്പോഴും മൈൻഡിൽ വേണ്ട കാര്യം എന്താണ്? ഇപ്പൊ നമ്മളുടെ ന്യൂക്ലിയസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ലിക്വിഡ് ഡ്രോപ്പ് മോഡലാണ്. അതുകൊണ്ട് തന്നെ അതിനുള്ള എല്ലാ ക്യാരക്ടറിസ്റ്റിക്സും ഇപ്പൊ ആര് ഒബേ ചെയ്യുന്നുണ്ട്? നമ്മുടെ ന്യൂക്ലിയസിനും ഒബേ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബൈൻഡിങ് എനർജിയിലേക്ക് കുറച്ച് ആളുകൾ കൂടെ ഇനി കോൺട്രിബ്യൂട്ട് ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും അത് ഡിറൈവ് ചെയ്യാൻ കാരണം, മാസ് കാണാനുള്ള ഇക്വേഷൻ. ഓക്കെ, അപ്പൊ അതിലെ ഫസ്റ്റ് ആളാണ് വോളിയം എനർജി.
കാരണം എന്താണ് നമ്മുടെ ന്യൂക്ലിയസ് ഇപ്പൊ എന്താണ് ലിക്വിഡ് ഡ്രോപ്പ് അല്ല സോറി ലിക്വിഡ് ഡ്രോപ്പ് പോലെ സ്ഫെറിക്കൽ ഷേപ്പിലാണ് നിൽക്കുന്നത്. സോ ഇറ്റ് ഹാസ് എ പെർട്ടിക്കുലർ വോളിയം. സോ എന്താണ് അതിന്റെ ഫലമായിട്ട് വോളിയം എനർജി ആൻഡ് ഇറ്റ് ഈസ് കോൺട്രിബ്യൂട്ടഡ് ഇൻ ടു ബൈൻഡിങ് എനർജി. ബൈൻഡിങ് എനർജിയിലേക്ക് അത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് സർഫസ് എനർജി, ദെൻ കൂളംബ് എനർജി. ഓക്കെ, ഫസ്റ്റ് ഇത് മൂന്നാണ്: വോളിയം എനർജി, സർഫസ് എനർജി ആൻഡ് കൂളംബ് എനർജി. സോ അക്കോർഡിംഗ് ടു ലിക്വിഡ് ഡ്രോപ്പ് മോഡൽ, അപ്പൊ ലിക്വിഡ് ഡ്രോപ്പ് മോഡൽ പ്രകാരം ഈ നമ്മളുടെ ന്യൂക്ലിയസിന്റെ ബൈൻഡിങ് എനർജി എന്ന് പറയുന്നത് ഈ മൂന്ന് എനർജീസും കൂടിയതാണ്. വിച്ച് ആർ ദ വോളിയം എനർജി, സർഫസ് എനർജി ആൻഡ് കൂളംബ് എനർജി. ഇനി നമുക്ക് ഓരോ എനർജീസും എന്താണ്, അത് എങ്ങനെയാണ് നമ്മളുടെ ന്യൂക്ലിയസിന്റെ ബൈൻഡിങ് എനർജിയെ എഫക്ട് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ബൈൻഡിങ് എനർജി എന്ന് പറയുന്നത് എന്താണ്? അത് മറന്നു പോയത് എന്താണ്, ഒരു ന്യൂക്ലിയസിനെ ബ്രേക്ക് ചെയ്യിപ്പിക്കാൻ, അല്ലെ, ആ ന്യൂക്ലിയോൺസിനെ സ്പ്ലിറ്റ് ചെയ്ത് ബ്രേക്ക് ചെയ്യിപ്പിക്കാൻ നമുക്ക് ആവശ്യമായിട്ടുള്ള ഇനഫ് എമൗണ്ട് ഓഫ് എനർജി. അപ്പൊ ആ ഒരു എനർജിയെ, ബൈൻഡിങ് എനർജിയും സ്റ്റെബിലിറ്റിയും തമ്മിലുള്ള റിലേഷൻ എന്താണ്? ഹൗ ദേ ആർ റിലേറ്റഡ്? സ്റ്റെബിലിറ്റി ആൻഡ് ബൈൻഡിങ് എനർജി ഓഫ് എ ന്യൂക്ലിയസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ബൈൻഡിങ് എനർജി അതായത് ഹൈലി സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ന്യൂക്ലിയസിന്റെ ബൈൻഡിങ് എനർജി എന്തായിരിക്കും? കുറവായിരിക്കും. സ്റ്റെബിലിറ്റി കൂടിയാൽ ബൈൻഡിങ് എനർജി കുറവാണോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഹൈലി സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ന്യൂക്ലിയസ്, ദാറ്റ് മീൻസ് ന്യൂക്ലിയോൺസ് ഒക്കെ നല്ല സ്ട്രോങ്ലി കപ്പിൾഡ് ആണ്. അപ്പോഴല്ലേ സ്റ്റെബിലിറ്റി കൂടുക. അപ്പൊ അതിന്റെ ബൈൻഡിങ് എനർജി കൂടുതലല്ലേ? കാരണം അത്രയും എനർജി കൊടുത്താലേ അവരെ നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലേ? അപ്പൊ സ്റ്റെബിലിറ്റി കൂടുമ്പോൾ ബൈൻഡിങ് എനർജി കൂടുകയല്ലേ? സ്റ്റെബിലിറ്റി കൂടിക്കഴിഞ്ഞാൽ ബൈൻഡിങ് എനർജി കൂടുകയല്ലേ ചെയ്യുന്നത്? അത് കൺഫ്യൂസ്ഡ് ആയി പോകരുത്. നിങ്ങൾ ഇത്ര കൊടുത്താൽ മതി. ഹൈലി സ്റ്റേബിൾ എന്ന് പറഞ്ഞാൽ ആ ഒരു പൊസിഷനിൽ അവർ സ്റ്റേബിൾ ആണ്, പിന്നെ അവരെ ബ്രേക്ക് ചെയ്യിക്കാൻ അവർക്ക് താല്പര്യം ഉണ്ടാവും? ഇല്ല. ബൈൻഡിങ് എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ന്യൂക്ലിയസിന് ബ്രേക്ക് ചെയ്യിക്കാൻ വേണ്ട എനർജി. അപ്പൊ ഇവര് ഹൈലി സ്റ്റേബിൾ ആയിട്ട് നിൽക്കുക. അപ്പൊ ഇവരെ എന്താണ്, കുറച്ച് എനർജി കൊടുത്തിട്ടൊന്നും കാര്യമില്ല, ഇവരെന്തെങ്കിലും സ്പ്ലിറ്റ് ആവില്ല. അപ്പൊ നമ്മൾ അത്രയും എനർജി കൊടുക്കണം, അല്ലെ? അപ്പൊ ഹൈലി സ്റ്റെബിലിറ്റി കൂടുന്തോറും നമ്മൾ കൊടുക്കേണ്ട ബൈൻഡിങ് എനർജിയും കൂടും. ഓക്കെ, അങ്ങനെ ഓർത്താൽ മതി. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കാൻ പോകുന്നത് ബൈൻഡിങ് എനർജിയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന 3 ഫാക്ടേഴ്സുകൾ: വോളിയം എനർജി, സർഫസ് എനർജി, കൂളംബ് എനർജി. ഫസ്റ്റ് വൺ ഈസ് വോളിയം എനർജി. സിമ്പിൾ ആണ്. ജസ്റ്റ് ആ കൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് തന്നെ ഡിറൈവ് ചെയ്യാം. ഓക്കെ, സോ വോളിയം എനർജി എന്ന് പറയുന്നത് ഇത്രേ ഉള്ളൂ. നമുക്കറിയാം നമ്മളുടെ ന്യൂക്ലിയസിൽ ആരാ ഉള്ളത്? ന്യൂക്ലിയോൺസ് ആണ് ഉള്ളത്. ഈ ന്യൂക്ലിയോൺസ് നിങ്ങളൊന്ന് ആലോചിച്ചൊക്കെ, ഇതാണ് നമ്മളുടെ ന്യൂക്ലിയസ് എന്ന് വിചാരിക്കും, സ്ഫെറിക്കൽ ഷേപ്പ്. ഓക്കെ, എനിവേ ഈ ന്യൂക്ലിയസിൽ ന്യൂക്ലിയോൺസുകൾ എങ്ങനെ ഉണ്ട്, അല്ലെ? അപ്പൊ ന്യൂക്ലിയോൺസിന്റെ എണ്ണം കൂടുന്തോറും നമുക്കറിയാം, ന്യൂക്ലിയോൺസിന്റെ എണ്ണം കൂടുന്തോറും എന്ത് ചെയ്യുന്നു? ന്യൂക്ലിയോൺസിന്റെ എണ്ണം കൂടുക എന്ന് പറഞ്ഞാൽ പ്രോട്ടോൺസിന്റെയും ന്യൂട്രോൺസിന്റെയും എണ്ണം കൂടുക. ദാറ്റ് മീൻസ് എന്താണ്? ഇതിന്റെ വോളിയം ഇപ്പൊ ഒരു എന്താണ്, ഹീലിയം 2 4 ഇതിലാകെ 4 ന്യൂക്ലിയോണേ ഉള്ളൂ, അല്ലെ? ഇനി നമ്മൾ ഓക്സിജൻ എടുക്കുകയാണെങ്കിലോ 8 16 ഇതിൽ 16 ന്യൂക്ലിയോൺ ഉണ്ട്. അപ്പൊ ഒബീവിയസ്ലി എന്താണ് വോളിയം എന്ന് പറയുന്നത്? എന്താണ്? ഒരു മാറ്ററിന് നിൽക്കാൻ വേണ്ട സ്പേസ്, അതല്ലേ വോളിയം. സോ അപ്പൊ ഒരു 4 പാർട്ടിക്കിളിന് നിൽക്കാനാണോ 16 പാർട്ടിക്കിളിന് നിൽക്കാനാണോ കൂടുതൽ വോളിയം വേണ്ടി വരിക? ഓഫ് കോഴ്സ് 16 പാർട്ടിക്കിൾസിന് നിൽക്കാനാണ് കൂടുതൽ വോളിയം ആവശ്യമായിട്ട് വരിക, അല്ലേ? അപ്പൊ ഇവിടെ നമ്മളുടെ ന്യൂക്ലിയസിനകത്ത് മാസ് നമ്പർ കൂടുന്തോറും ആ ന്യൂക്ലിയസിന്റെ എന്ത് കൂടി വരും? ന്യൂക്ലിയർ വോളിയം കൂടി വരും. മാസ് നമ്പർ A കൂടും തോറും ആ ന്യൂക്ലിയസിന്റെ ന്യൂക്ലിയർ വോളിയവും കൂടി വരും, അല്ലെ? ദാറ്റ് മീൻസ് അപ്പൊ ഈ ന്യൂക്ലിയർ വോളിയം മീൻസ് എന്താണ്? ഒരു പെർട്ടിക്കുലർ വോളിയം ആ ന്യൂക്ലിയസിന് ഉണ്ടായിരിക്കും. കാരണം എന്താണ്? അതൊരു ലിക്വിഡ് ഡ്രോപ്പ് പോലെയാണ്. അപ്പൊ മാസ് നമ്പർ കൂടുന്തോറും ന്യൂക്ലിയർ വോളിയവും കൂടി വരും. ഈ ന്യൂക്ലിയർ വോളിയം കാരണമുള്ള എനർജിയാണ് വോളിയം എനർജി എന്ന് പറയുന്നത്. ആ ഒരു പെർട്ടിക്കുലർ വോളിയം പ്രൊവൈഡ് ചെയ്യുന്ന എനർജിയാണ് വോളിയം എനർജി എന്ന് പറയുന്നത്. അപ്പൊ ഈ വോളിയം എനർജി EV, വോളിയം എനർജി എന്ന് പറയുന്നത് അപ്പൊ എന്തിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും? മാസ് നമ്പറിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അതായത് മാസ് നമ്പർ കൂടുമ്പോൾ എന്തും കൂടുന്നുണ്ട്? നമ്മളുടെ വോളിയം എനർജിയും കൂടുന്നുണ്ട്. മാസ് നമ്പർ കൂടുമ്പോൾ എന്തും കൂടുന്നുണ്ട്? വോളിയം എനർജിയും കൂടുന്നുണ്ട്. into A1 എന്താണ് നമ്മളുടെ ന്യൂക്ലിയർ വോളിയം പ്രൊപ്പോർഷണൽ ടു A ആണ്. ആ പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? A1 എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് കൊടുത്തു. പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടി A1 എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് കൊടുത്തു. സോ വോളിയം എനർജി കാണാനുള്ള ഇക്വേഷൻ എന്താണ്? EV is equal to A1 into A. A1 into A. ഇനി
ആക്ച്വലി ഈ A1 എന്താണ്? This A1 is a constant ആണ്. It is binding energy per nucleon. Binding energy per nucleon ആണ്. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. നിങ്ങൾക്ക് ഡിഫിക്കൽട്ട് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു കൺസെപ്റ്റ് വെക്കേണ്ട, ഇക്വേഷൻ മാത്രം നോക്കുക. ദാറ്റ് ഈസ് എന്താണ്, നമുക്ക് ഇവിടെ 2 ന്യൂക്ലിയോൺ ഉണ്ട് അല്ലെ, രണ്ട് ന്യൂക്ലിയോൺ ഉള്ള ന്യൂക്ലിയസ് ആണെന്ന് വിചാരിക്കാം. 2 ന്യൂക്ലിയോൺ മാത്രമുള്ള ഒരു ന്യൂക്ലിയസ് ആണെന്ന് വിചാരിക്കാം. അപ്പൊ ഇവർക്കിടയിൽ ഇതാ ഇങ്ങനെ ഒരു ഇന്ററാക്ഷൻ ഉണ്ടാവില്ല. ഇത് ബ്രേക്ക് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം? ഒരു പെർട്ടിക്കുലർ എനർജി കൊടുക്കണം അല്ലെ, ഒരു പെർട്ടിക്കുലർ എനർജി കൊടുക്കണം. ദാറ്റ് ഈസ് നമ്മൾ ആദ്യം നമ്മൾ എന്ത് കൊടുത്തു? യു എന്ന് കൊടുത്തു. ആ ബൈൻഡിങ് എനർജിയെ നമ്മൾ യു എന്ന് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഇവിടെ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ എന്തായിരിക്കും? ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ എന്തായിരിക്കും? ഇതിന്റെ ബൈൻഡിങ് എനർജി യു ആണ്. ഈ ഒരു ന്യൂക്ലിയസിന്റെ, ഈ ന്യൂക്ലിയസിൽ 2 ന്യൂക്ലിയോൺ ആണുള്ളത്. ഇതിന്റെ ബൈൻഡിങ് എനർജി സപ്പോസ് യു എന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ എത്രയായിരിക്കും? U/2. യെസ്, ഹാഫ് യു ആയിരിക്കും. ഹാഫ് യു ആണ് അല്ലെ, ഹാഫ് യു ആണ്. ഓക്കെ, ഇനി ഇത് ഇങ്ങനെയാണെങ്കിൽ, ഇതിപ്പോ ഞാൻ 2 ന്യൂക്ലിയോൺ ആണ് പറഞ്ഞത് അല്ലെ. ഇനി അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു ഇതുപോലെ 4 ന്യൂക്ലിയോൺ ഉള്ളത് എടുത്തു എന്ന് വിചാരിക്കാം. ഓക്കെ, 4 ന്യൂക്ലിയോൺ ഉള്ളത് എടുത്തു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി? ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ, ഒരു ന്യൂക്ലിയോണിന് ഹാഫ് യു ആണ് അല്ലെ, ഒരു ന്യൂക്ലിയോണിന് ഹാഫ് യു ആണ് നമുക്ക് ഇവിടെ കിട്ടി. ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ എന്ന് പറയുന്നത് ഹാഫ് യു ആണ്. അതിന്റെ കൂടെ ഇൻറ്റു നമ്മൾ എന്ത് ചെയ്താൽ മതി? എത്ര പാർട്ടിക്കിൾ നമുക്കുണ്ട്? 4. അത് ചെയ്താൽ പോരെ? അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ബൈൻഡിങ് എനർജി കിട്ടില്ലേ അല്ലെ? ബൈൻഡിങ് എനർജി കിട്ടും. അപ്പൊ ഇവിടെ നോക്കിയേ, ഇതാ ഈ എനർജിയാണ്. അങ്ങനെ എത്ര പാർട്ടിക്കിൾ ആണോ, അതായത് ഇവിടെ 4 എന്ന് പറയുന്നത് 4 പാർട്ടിക്കിൾ. ഈ 4 എന്താണ്? ഇവിടുത്തെ ന്യൂക്ലിയോണിന്റെ എണ്ണം അല്ലെ. അപ്പൊ ഹാഫ് നമ്മൾ അതുപോലെ എഴുതി. ഈ 4 എന്ന് പറയുന്നത് ഇവിടെ ന്യൂക്ലിയോണിന്റെ എണ്ണമാണ്. അതിന് നമ്മൾ A എന്ന് കൊടുത്തു. അപ്പൊ ഇൻ ജനറൽ നമുക്ക് പറയാൻ പറ്റും എന്ത്? എനർജി എന്ന് പറയുന്നത് എന്താണ്? ഈ ഹാഫ് എന്ന് പറയുന്നത് ഇവിടുത്തെ എന്താണ്? ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ അല്ലെ. അതിനെയാണ് നമ്മൾ A1 എന്ന് കൊടുത്തത് ഇൻറ്റു A. അങ്ങനെയാണ് ആ കൺസെപ്റ്റ് വന്നത്. ഓക്കെ, ഇത് നിങ്ങൾക്ക് കൺസെപ്ച്വൽ വൈസ് അറിയണമെന്നുണ്ടെങ്കിൽ ഓർത്ത് വെക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് ഇക്വേഷൻ പഠിച്ചു വെക്കുക. വോളിയം എനർജി കാണാനുള്ള ഇക്വേഷൻ A1 ഇൻറ്റു A. നിങ്ങൾ അതിൽ നോട്ട് ചെയ്യേണ്ട കാര്യം എന്താണ്? ഈ എന്റെ പവർ ആണ് ഇവിടെ എങ്ങനെയാണ്, ഹൗ ഇറ്റ് ഈസ് റിലേറ്റഡ് വിത്ത് മാസ് നമ്പർ A⁻1 അല്ലെ, EV. ഓക്കെ, സോ ദിസ് ഇസ് ദ വോളിയം എനർജി. Now we move on to the next, that is surface energy. Surface energy സിമ്പിൾ ആണ്. നോക്കിയേ, ഇതൊരു ന്യൂക്ലിയസ് ആണ്. ന്യൂക്ലിയസിനകത്ത് എന്തുണ്ട്? ന്യൂക്ലിയോൺസുകൾ ഉണ്ട്. ഒരു ന്യൂക്ലിയസിനകത്ത് എന്താണ്? ഒരുപാട് ന്യൂക്ലിയോൺസ് ഉണ്ട്. സോ ഈ ന്യൂക്ലിയോൺസ്, സർഫസിലുള്ള ന്യൂക്ലിയോൺസ് ഉണ്ട്, അതിനകത്തുള്ള ന്യൂക്ലിയോൺസ് ഉണ്ട്. സർഫസ് അകത്തുള്ള ന്യൂക്ലിയോൺസിനെ നോക്കുക, അകത്തുള്ള ന്യൂക്ലിയസ്. ഇപ്പൊ ഈ ഒരു ന്യൂക്ലിയോൺ എന്താണ്? അതിന്റെ തൊട്ടടുത്തുള്ള എല്ലാ ന്യൂക്ലിയോൺസുമായിട്ടും അതിനെന്തുണ്ട്? ഇന്ററാക്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പോ ഉള്ളിലുള്ള ഒരു ന്യൂക്ലിയോൺ, അകത്തുള്ള ഇന്റീരിയറിലുള്ള ഒരു ന്യൂക്ലിയോൺ, അതിന്റെ തൊട്ടടുത്തുള്ള എല്ലാവരുമായിട്ട് എന്തുണ്ട്? ഇന്ററാക്ഷൻ ഉണ്ട്. ബട്ട് സർഫസ് മോളിക്യൂൾസിന് നോക്കിയേ, നമുക്കറിയാം ന്യൂക്ലിയർ ഫോഴ്സ് ഒരു ഷോർട്ട് റേഞ്ച് ഫോഴ്സ് ആയതുകൊണ്ട് തന്നെ തൊട്ടടുത്തുള്ളതിനെ മാത്രമേ അട്രാക്ട് ചെയ്യുള്ളൂ. ഈ ഇന്റീരിയർ എന്ത് ചെയ്യുന്നില്ല? ഈ സർഫസ് ന്യൂക്ലിയോണുമായിട്ട് ഇന്ററാക്ഷൻ ഇല്ലല്ലോ. അപ്പോ അതുകൊണ്ട് തന്നെ സർഫസ് ന്യൂക്ലിയോൺസ് didn't have enough neighborhood ന്യൂക്ലിയോൺസ്. സർഫസ് ന്യൂക്ലിയസിന് അതുകൊണ്ട് എന്തില്ല? വേണ്ടത്ര നൈബർഹുഡ് ന്യൂക്ലിയോൺസ് ഇല്ല. ഈ സർഫസ് ന്യൂക്ലിയോൺസുകൾക്ക് ഇവിടെ ഇതൊരു സർഫസ് ന്യൂക്ലിയോൺസ് ആണ്. ഇതിന് വേണ്ടത്ര നൈബർഹുഡ് ഇല്ല. ഇതിന്റെ നൈബർഹുഡ് ഏതൊക്കെയാ? ഈ തൊട്ടടുത്തുള്ള ഈ 2 അല്ലെ, അതിന് വേണ്ടത്ര നൈബർഹുഡ് ന്യൂക്ലിയസ് ഇല്ല. ഇതിന്റെ പോലെ ഇന്റീരിയറിലുള്ള ന്യൂക്ലിയോൺസിന്റെ അത്ര എന്താണ്? നൈബർഹുഡ് ന്യൂക്ലിയോൺസ് സർഫസ് ന്യൂക്ലിയോൺസിന് ഇല്ല. സോ ദിസ് ലെഡ് ടു ദ സർഫസ് ടെൻഷൻ. അതെന്തിലേക്ക് ഇതാക്കുന്നു? സർഫസ് ടെൻഷനിലേക്ക് ലീഡ് ചെയ്യുന്നു. സർഫസ് ടെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സർഫസ് മോളിക്യൂൾസുകൾ തമ്മിലൊരു ഫോഴ്സ് ഉണ്ടാവുന്നു. സോ ദാറ്റ് ഈസ് സർഫസ് ടെൻഷൻ അല്ലെ. സോ സർഫസ് ടെൻഷൻ എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്? ഒരു ന്യൂക്ലിയസിൽ സർഫസ് ടെൻഷൻ ഉണ്ടാവാൻ കാരണക്കാരാണ് സർഫസിലുള്ള ന്യൂക്ലിയോൺ. ഈ സർഫസിലുള്ള ന്യൂക്ലിയോണിന് നൈബർഹുഡ് ന്യൂക്ലിയോൺസ് കുറവാണ്. So it will lead to the surface tension, and this surface tension is due to the surface nucleons on the given nucleus. Okay, next ശ്രദ്ധിക്കണം. നെക്സ്റ്റ് ഒന്ന് ലോജിക് വെച്ച് നിങ്ങൾ ചിന്തിക്കുക. ഓക്കെ, എന്താ പറയുന്നത്? ലാർജർ ദ സർഫസ് ഏരിയ ഓഫ് ദ ന്യൂക്ലിയസ്, അതായത് ന്യൂക്ലിയസിന്റെ സർഫസ് ഏരിയ കൂടുന്തോറും
അതിന്റെ സർഫസ് എനർജി കൂടുന്നു, സർഫസ് എനർജി കൂടുന്നു, വിച്ച് റിസൾട്ട് എ ഡിക്രീസ് ഇൻ ദ സ്റ്റെബിലിറ്റി ഓഫ് ദി ന്യൂക്ലിയസ്. ന്യൂക്ലിയസിന്റെ സ്റ്റെബിലിറ്റി അതെന്ത് ചെയ്യുന്നു, കുറക്കുന്നു. ദാറ്റ് ഈസ് എന്താണ്, സർഫസ്, നല്ല സർഫസ് ഏരിയ ഉള്ള ഒരു ന്യൂക്ലിയസിനെ വിചാരിക്കാം. അപ്പൊ ആ സർഫസ് ഏരിയ കൂടുന്തോറും സർഫസ് എനർജി എന്ത് ചെയ്യുന്നു, കൂടുന്നു. സർഫസ് എനർജി കൂടിക്കഴിഞ്ഞാൽ സ്റ്റെബിലിറ്റി കുറയും. സ്റ്റെബിലിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ ഓഫ്കോഴ്സ് എന്ത് കുറയും, ബൈൻഡിങ് എനർജി കുറയും. സ്റ്റെബിലിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ എന്ത് ചെയ്യും, ബൈൻഡിങ് എനർജി കുറയും. സോ നമ്മളുടെ ന്യൂക്ലിയസ് ഹൈലി സ്റ്റേബിൾ ആവണമെന്നുണ്ടെങ്കിൽ അത് എന്ത് കുറക്കാൻ നോക്കും, എപ്പോഴും അതിന്റെ സർഫസ് ഏരിയ കുറക്കാൻ വേണ്ടി ശ്രദ്ധിക്കും. മനസ്സിലായി? അതായത് സർഫസ് ഏരിയ കൂടിക്കഴിഞ്ഞാൽ സർഫസ് എനർജിയും കൂടും. സർഫസ് എനർജി കൂടിക്കഴിഞ്ഞാൽ സ്റ്റെബിലിറ്റി കുറയും. അപ്പോൾ ന്യൂക്ലിയസ് ഒരിക്കലും തന്റെ സ്റ്റെബിലിറ്റി കുറക്കാൻ നോക്കില്ല, എപ്പോഴും എന്താണ്, ഹൈലി സ്റ്റേബിൾ ആവാൻ നോക്കും. അപ്പൊ ഹൈലി സ്റ്റേബിൾ ആവാൻ നോക്കുന്ന ന്യൂക്ലിയസ് എപ്പോഴും അതിന്റെ സർഫസ് ഏരിയ കുറക്കാൻ നോക്കും. ആസ് എ റിസൾട്ട് ഈ സർഫസ് ഏരിയ കുറക്കുന്നത് കൊണ്ടാണ് ന്യൂക്ലിയസ് എന്തുപോലെ അതുകൊണ്ടാണ് അത് എപ്പോഴും സ്പെറിക്കൽ ആയിട്ട് നിൽക്കാൻ നോക്കുന്നത്, ജസ്റ്റ് ലൈക്ക് എ ലിക്വിഡ് ഡ്രോപ്പ്. അല്ലെ, സ്പെറിക്കൽ ആയിട്ട് നിൽക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്, മാക്സിമം സർഫസ് ഏരിയ കുറച്ച്, അതായത് സർഫസ് ടെൻഷനും ഗ്രാവിറ്റേഷനും ഒക്കെ ഈ സർഫസ് മോളിക്യൂൾസ് ഉണ്ടാവും, ഇതെല്ലാം കൂട്ടിയിട്ട് മാക്സിമം അതെന്ത് ചെയ്യുന്നു, ഒരു സ്പെറിക്കൽ ഷേപ്പ് ആയിട്ട് നിൽക്കുന്നു. ദാറ്റ് ഈസ് എന്താണ്, ഇൻ ഓർഡർ ടു അറ്റൈൻ മോർ സ്റ്റെബിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നത്, അതിന്റെ സർഫസ് ഏരിയ മാക്സിമം കുറക്കാൻ നോക്കും. ഓക്കെ, സർഫസ് ഏരിയ മാക്സിമം കുറച്ചു കഴിഞ്ഞാൽ അത്രയും സ്റ്റെബിലിറ്റി അതിന് കിട്ടും. സോ അതുകൊണ്ടാണ് ന്യൂക്ലിയസ് എങ്ങനെ നിൽക്കുന്നത്, സ്പെറിക്കൽ ആയിട്ട് നിൽക്കുന്നത്. ഓക്കെ ആണോ? അപ്പൊ ഇവിടുത്തെ റിലേഷൻ എങ്ങനെയാണ്, നമുക്കതാണ് ഇമ്പോർട്ടന്റ്. ഇവിടുത്തെ റിലേഷൻ എങ്ങനെയാണ്, സർഫസ് ഏരിയ കൂടിയാൽ സർഫസ് എനർജിയും കൂടുന്നു. സർഫസ് എനർജി കൂടിയാൽ സ്റ്റെബിലിറ്റി കുറയുന്നു. സ്റ്റെബിലിറ്റി കുറഞ്ഞാൽ ബൈൻഡിങ് എനർജി കുറയുന്നു. ഓക്കെ, സർഫസ് ഏരിയ കൂടിയാൽ സർഫസ് എനർജിയും കൂടുന്നു. സർഫസ് എനർജി കൂടിയാൽ സ്റ്റെബിലിറ്റി കുറയുന്നു, ബൈൻഡിങ് എനർജി കുറയുന്നു. ദാറ്റ് ഈസ് നമ്മൾ ഇവിടെ ആരെ കണ്ടെത്താൻ പോകുന്നത്, നമ്മളിപ്പോ വോളിയം എനർജി കാൽക്കുലേറ്റ് ചെയ്തു, അതുപോലെ സർഫസ് എനർജി കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പൊ സർഫസ് എനർജിയും ബൈൻഡിങ് എനർജിയും തമ്മിൽ റിലേഷൻ നോക്കിക്കേ. സർഫസ് എനർജി കൂടിയാൽ ബൈൻഡിങ് എനർജി കുറയുന്നു. ദാറ്റ് മീൻസ് ബൈൻഡിങ് എനർജിയെ കുറക്കുകയാണ് ആര് ചെയ്യുന്നത്, സർഫസ് എനർജി ചെയ്യുന്നത്. അതായത് ഒരു ന്യൂക്ലിയസിന് നല്ല സർഫസ് എനർജി ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, അത് ആ ന്യൂക്ലിയസിനെ ബ്രേക്ക് ചെയ്യാൻ സിമ്പിൾ ആണ്, കാരണം അതിന് കുറച്ച് ബൈൻഡിങ് എനർജി കൊടുത്താൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം. ഓക്കെ, സോ സർഫസ് ഏരിയ നമ്മൾ പറഞ്ഞു, സർഫസ് ഏരിയ എങ്ങനെയായിരിക്കും, അപ്പോൾ സ്പെറിക്കൽ ആയിരിക്കും. സോ എന്താണ്, സർഫസ് ഏരിയ ഈസ് ഈക്വൽ ടു 4πr². and we know that radius of a nucleus is equal to r0 into a raised to 1/3. നമ്മൾ ജസ്റ്റ് അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 4π into r0 a raised to 1/3 whole square. Okay, then 4π r0² a raised to 2/3. a raised to 2/3 സ്ക്വയർ നമ്മൾ അകത്തേക്ക് എടുത്തു. അപ്പൊ നിങ്ങൾ നോക്കിയേ, സർഫസ് എനർജി കണ്ടോ, സർഫസ് എനർജി എന്ന് പറയുന്നത് മാസ് നമ്പറുമായിട്ട് എങ്ങനെയാണ് റിലേറ്റഡ്. സർഫസ് എനർജി ഇസ് പ്രൊപ്പോർഷണൽ ടു a raised to 2/3. പവർ മാറിപ്പോവരുത്, ഇനി നമുക്ക് ഒരുപാട് എനർജീസ് വരുന്നുണ്ട്. അപ്പൊ സർഫസ് എനർജി ഈസ് പ്രൊപ്പോർഷണൽ ടു a raised to 2/3. അപ്പൊ നമുക്ക് എഴുതാലോ, ഇനി സർഫസ് എനർജിയെ നമ്മൾ ES എന്ന് കൊടുക്കുന്നു. വോളിയം എനർജി EV ആണ്, സർഫസ് എനർജി ES മൈനസ് ഈ കോൺസ്റ്റന്റിന് 4πr0² ഞാൻ A2 എന്ന് കൊടുക്കുന്നു. മൈനസ് 8 മിനിറ്റ്, നമുക്ക് ബാക്കിയെല്ലാം ക്ലിയർ ചെയ്യാം. ഓക്കെ, സോ സർഫസ് എനർജി ES is equal to minus A2 into a raised to 2/3. Does anyone can say why I put the negative sign there? എന്തിനാണ് ഞാൻ അവിടെ ഒരു നെഗറ്റീവ് സൈൻ കൊടുത്തതെന്ന് മനസ്സിലായോ? ES is equal to minus A2 into a raised to 2/3. എന്താ? സർഫസ് എനർജി കുറയ്ക്കണം നമുക്ക്. ദാറ്റ് മീൻസ് സർഫസ് എനർജി ബൈൻഡിങ് എനർജി എന്താണ് ചെയ്യുന്നത്, കുറക്കുകയാണ് ചെയ്യുന്നത്. അത് കാണിക്കാൻ വേണ്ടി നമ്മളിപ്പോ ഈ സർഫസ് എനർജിയും വോളിയം എനർജിയൊക്കെ എന്തിനാ കണ്ടെത്തുന്നത്, ബൈൻഡിങ് എനർജി ഇക്വേഷനിലേക്ക് കൊടുക്കാനല്ലേ. ബൈൻഡിങ് എനർജി എന്ന് പറയുന്നത് ഈ വോളിയം എനർജിയുടെയും സർഫസ് എനർജിയുടെയും കുളുംബ് എനർജിയുടെയും സമ്മാണ്. അപ്പോ വോളിയം എനർജി എന്താണ്, ബൈൻഡിങ് എനർജിയെ കൂട്ടണം. പക്ഷെ സർഫസ് എനർജി നമ്മൾ പറഞ്ഞു എന്താണ്, ബൈൻഡിങ് എനർജിയെ കുറക്കുകയാണ് ചെയ്യുന്നത്. ആ കുറക്കുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഐ ജസ്റ്റ് പുട്ട് ദ നെഗറ്റീവ് സൈൻ ഹിയർ. ഓക്കെ ആണോ? സോ സർഫസ് എനർജി ഈസ് റെഡ്യൂസിങ് ദ ബൈൻഡിങ് എനർജി ഓഫ് എ ന്യൂക്ലിയസ്.
That's why this negative sign. Okay, and how it is related? It will related with a raised to 2/3. Okay, so A2 എന്ന് പറയുന്നത് empirical constant ആണ്, and negative sign indicates that binding energy get reduced. Binding energy എന്ന് പറയുന്നത് എന്താണ്? Reduce ചെയ്യാണ് എന്നുള്ളതാണ് പറയുന്നത്. So smaller the size of effect, greater become the effect of surface energy and vice versa. That means ഞാൻ പറഞ്ഞു എന്താണ്, ആ ന്യൂക്ലിയസിന്റെ സൈസ്, ഇപ്പൊ സപ്പോസ് ന്യൂക്ലിയസിന്റെ സൈസ് വളരെ ചെറുതാന്ന് വിചാരിക്കാം. വളരെ ചെറുതെന്ന് പറഞ്ഞാൽ എന്താണ്? സർഫസ് ഏരിയ എന്തായിരിക്കും? ചെറുതായിരിക്കും. സർഫസ് ഏരിയ ചെറുതെന്ന് പറഞ്ഞാൽ സർഫസ് എനർജി കുറവായിരിക്കും. സോ എന്താണ്? ബൈൻഡിങ് എനർജി എന്തായിരിക്കും? കൂടുതലായിരിക്കും അല്ലെ? ബൈൻഡിങ് എനർജി കൂടുതലായിരിക്കും, വിച്ച് മീൻസ് എന്താണ്? അതായത് സർഫസ് എനർജി അവിടെ വല്ലാതെ ഒന്നും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല, കാരണം അതിന്റെ സർഫസ് ഏരിയ കുറവാണല്ലോ, അപ്പൊ കുറച്ച് സർഫസ് എനർജി ഉണ്ടാവുള്ളൂ. അതാണ് പറഞ്ഞത്. സോ ന്യൂക്ലിയസിന്റെ സൈസ് ചെറുതാണെന്നുണ്ടെങ്കിൽ പിന്നെ സർഫസ് എനർജിക്ക് അവിടെ വലിയ എന്താണ് അല്ല, സ്മോളർ ദ സൈസ് ഓഫ് എഫക്ട്, ഗ്രേറ്റർ ദ ബിക്കം ദ എഫക്ട്. ഗ്രേറ്റർ മീൻസ് എന്താണ്? അപ്പൊ ബൈൻഡിങ് എനർജി എന്ത് തന്നെയായിരിക്കും? ആദ്യത്തെ അത്ര തന്നെ ഉണ്ടായിരിക്കും അല്ലെ? സർഫസ് എനർജിയുടെ എഫക്റ്റ് അവിടെ എന്തായിരിക്കും? കൂടുതലായിരിക്കും, കാരണം കുറച്ച് അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തു. സോ ന്യൂക്ലിയസ് ടെൻഡ് ടു സ്പെറിക്കൽ വിച്ച് ഹാസ് മിനിമം സർഫസ് ടെൻഷൻ. അപ്പൊ ഇതുകൊണ്ടാണ് ന്യൂക്ലിയസ് സ്പെറിക്കൽ ആയിട്ട് നിൽക്കാൻ, അല്ലെങ്കിൽ എപ്പോഴും മിനിമം സർഫസ് ടെൻഷൻ കൊടുത്തുകൊണ്ട് സ്പെറിക്കൽ ആയിട്ട് നിൽക്കാൻ കാരണം ഇതാണ്. എന്താണ്? മിനിമം സർഫസ് ഏരിയ ആകുമ്പോൾ എന്താണ്? സർഫസ് എനർജി കുറയുന്നു, അപ്പോൾ സ്റ്റെബിലിറ്റി കൂടുന്നു. ആ പോയിന്റ് മറക്കരുത്. സർഫസ് എനർജിയും സ്റ്റെബിലിറ്റിയും തമ്മിലുള്ള റിലേഷൻ. അതുകൊണ്ടാണ് നമ്മളുടെ ബേസിക് പോയിന്റ്. എന്തുകൊണ്ടാണ് ന്യൂക്ലിയസ് സ്പെറിക്കൽ ആയിട്ട് നിൽക്കാൻ കാരണം അതിന് എന്ത് ചെയ്യണം? അതിന്റെ സർഫസ് ഏരിയ കുറക്കണം. ബിക്കോസ് ഇൻ ഓർഡർ ടു അറ്റൈൻ മോർ സ്റ്റെബിലിറ്റി. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ സർഫസ് എനർജിയും വോളിയം എനർജിയും പറഞ്ഞു. നെക്സ്റ്റ് വൺ ഈസ് കൂളംബ് എനർജി. ഓക്കെ, കൂളംബ് എനർജി. സോ നമുക്കറിയാം നമ്മളെ ന്യൂക്ലിയസിൽ ആരൊക്കെയുണ്ട്? ന്യൂക്ലിയോൺസ് ഉണ്ട്. ന്യൂക്ലിയോൺസ് എന്ന് പറയുന്നത് ആരൊക്കെയാണ്? പ്രോട്ടോണും ന്യൂട്രോണും. പ്രോട്ടോണും ഉണ്ട്, ന്യൂട്രോണും ഉണ്ട് അല്ലെ? പ്രോട്ടോണും ഉണ്ട്, ന്യൂട്രോണും ഉണ്ട്. അപ്പൊ ഇവിടുത്തെ ഈ ഫിഗർ ഒന്ന് നോക്കിയേ. ഇതിൽ ഞാൻ എന്താണ് പ്രോട്ടോൺ എന്ന് പറയുന്ന ഈ ലൈൻസ് ഉള്ളതും അല്ലാതെ ഉള്ളത് ന്യൂട്രോൺ. അപ്പൊ ഒരു പ്രോട്ടോൺ ഈ പ്രോട്ടോൺ ന്യൂക്ലിയസിന്റെ ഉള്ളിൽ എന്തുണ്ട്? സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ഉണ്ട്. അത് ഓക്കെ. അതായത് ഓരോ ന്യൂക്ലിയോൺസിനുകൾക്കിടയിലും, അതായത് ഈ പ്രോട്ടോണും ഈ ന്യൂട്രോണും തമ്മിൽ, അല്ലെങ്കിൽ ഈ പ്രോട്ടോണും ഈ ന്യൂട്രോണും ഒക്കെ തമ്മിൽ എന്തുണ്ട്? സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ഉണ്ട്. ഓക്കെ, ബട്ട് അറ്റ് ദ സെയിം ടൈം ഇവിടെ ആരുണ്ട്? പ്രോട്ടോണുകൾ ഉണ്ട്. ഒരു പ്രോട്ടോണിന്റെ ചാർജ് എന്താണ്? പോസിറ്റീവ്. അടുത്ത പ്രോട്ടോണിന്റെ ചാർജും പോസിറ്റീവ്. ഇവര് തമ്മിൽ എന്തുണ്ടാകും? റിപ്പൽഷൻ ഉണ്ടാവില്ലേ? ദർ ഇസ് എ റിപ്പൽഷൻ ഫോഴ്സ് ബിറ്റ്വീൻ പ്രോട്ടോൺ ആൻഡ് പ്രോട്ടോൺ. വാട്ട് അബൌട്ട് ന്യൂട്രോൺ ആൻഡ് ന്യൂട്രോൺ? ന്യൂട്രോണിന്റെ ചാർജ് എന്താണ്? ദേ ആർ ചാർജ്ലെസ് പാർട്ടിക്കിൾ. സോ അവർക്കിടയിൽ റിപ്പൽഷൻ ഉണ്ടാവും ഇല്ല. പക്ഷേ ഒരു പ്രോട്ടോണും അടുത്ത പ്രോട്ടോണും തമ്മിൽ എന്തുണ്ടാകും? റിപ്പൽസീവ് ഫോഴ്സ് ഉണ്ടായിരിക്കും. അപ്പൊ അവിടെ ഒരു ക്ലാഷ് വന്നു. അതായത് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സും ഉണ്ട്, റിപ്പൽസീവ് ഫോഴ്സും ഉണ്ട്. അപ്പൊ ഇതിൽ ഏതായിരിക്കും ഡൊമിനേറ്റ് ചെയ്യുക എന്നുള്ളത്? അപ്പൊ നമുക്കറിയാം സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സിന്റെ പ്രത്യേകത എന്താ? അവര് ഷോർട്ട് റേഞ്ച് ഫോഴ്സ് ആണ് അല്ലെ? അതായത് തൊട്ടടുത്ത് നിൽക്കുന്ന ആളെ മാത്രമേ അവർ അട്രാക്ട് ചെയ്യുള്ളൂ. പക്ഷേ നമ്മളുടെ പ്രോട്ടോൺ റിപ്പൽഷൻ എന്ന് പറയുന്നത്, അതായത് പ്രോട്ടോൺ റിപ്പൽഷൻ മീൻസ് ഇറ്റ് ഈസ് ദ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്, റൈറ്റ്? എന്താണ്? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആണ് അവിടെ ഉള്ളത് അല്ലെ? ആ ഇലക്ട്രോസ്റ്റാറ്റിക് റിപ്പൽഷൻ എന്ന് പറയുന്നത് ഒരു ലോങ് ഡിസ്റ്റൻസ് ഇന്ററാക്ഷൻ ആണ്. വിച്ച് മീൻസ് ഇവിടെയുള്ള ഈ പ്രോട്ടോണിന് ഈ ദൂരെയുള്ള ഈ പ്രോട്ടോണിനെ വരെ റിപ്പൽ ചെയ്യാൻ പറ്റും. അതായത് സ്വന്തം തൊട്ടടുത്ത് നിൽക്കുന്ന പ്രോട്ടോണ് മാത്രമല്ല റിപ്പൽ ചെയ്യുക, ആ ന്യൂക്ലിയസിനകത്തുള്ള എല്ലാ പ്രോട്ടോണുമായിട്ടും ഏതൊരു പ്രോട്ടോണും എന്തുണ്ടായിരിക്കും? റിപ്പൽഷൻ ഉണ്ടായിരിക്കും. ബിക്കോസ് ഇറ്റ് ഈസ് എ ലോങ് ഡിസ്റ്റൻസ് ഇന്ററാക്ഷൻ ഓർ ലോങ് ഡിസ്റ്റൻസ് റിപ്പൽഷൻ. നമ്മളെ ന്യൂക്ലിയർ ഫോഴ്സ് പോലെ ഷോർട്ട് റേഞ്ച് അല്ല ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. അത് ലോങ് ഡിസ്റ്റൻസ് ഫോഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ അത് എല്ലാ പ്രോട്ടോണിനെയും എന്ത് ചെയ്യും? അതായത് എല്ലാ ഡയറക്ഷൻസിലും ഇറ്റ് വിൽ റിപ്പൽ ഈച്ച് അതർ ഇൻ ഓൾ ഡിറക്ഷൻസ്. ഓക്കെ ആണോ? അപ്പൊ നമ്മളെ ന്യൂക്ലിയസിൽ ന്യൂക്ലിയർ ഫോഴ്സും ഉണ്ട്, ന്യൂക്ലിയർ ഫോഴ്സും ഉണ്ട്, ഈ റിപ്പൽഷൻ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സും ഉണ്ട്. അപ്പൊ ഇവര് കണ്ടോ, ഇപ്പൊ ആദ്യം നമുക്ക് ന്യൂക്ലിയർ ഫോഴ്സ് മാത്രം ഉള്ളായിരുന്നു, റൈറ്റ്? ഇപ്പൊ ഇലക്ട്രോസ്റ്റാറ്റിക് റിപ്പൽസീവ് ഫോഴ്സുകൾ വന്നു. അപ്പൊ ന്യൂക്ലിയർ ഫോഴ്സിനെ നോക്കണേ, ഒരു ന്യൂക്ലിയസിൽ ന്യൂക്ലിയോൺസ് ഉണ്ട്. ഈ ന്യൂക്ലിയോൺസിനെ ബ്രേക്ക് ചെയ്യാൻ, ഇവർക്കിടയിലുള്ള ഈ ന്യൂക്ലിയർ ഫോഴ്സിനെ ബ്രേക്ക് ചെയ്യിപ്പിക്കാനല്ലേ നമുക്ക് ബൈൻഡിങ് എനർജി ആവശ്യം. പക്ഷെ ഇവര് തമ്മിൽ റിപ്പൽഷൻ കൂടെ ഉണ്ട്. അപ്പൊ ഈ റിപ്പൽഷൻ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ന്യൂക്ലിയർ ഫോഴ്സ് ഒന്ന് കുറയില്ലേ?
കാരണം വെറും ന്യൂക്ലിയർ ഫോഴ്സ് മാത്രമാണെങ്കിൽ സ്ട്രോങ്ലി ഇതായി നിൽക്കുകയാണ്. പക്ഷേ പ്രോട്ടോൺസ് എന്ത് ചെയ്യുന്നുണ്ട്, അതിലുള്ള ബാക്കി പ്രോട്ടോൺ ഒക്കെ കുറച്ചിങ്ങനെ റിപ്പൽ ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ന്യൂക്ലിയർ ഫോഴ്സിന്റെ ഇന്റൻസിറ്റി കുറച്ച് കുറയില്ലേ? ദാറ്റ് മീൻസ് നമ്മളുടെ കൊളൂംബ് എനർജി അല്ലെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക് എനർജി ബൈൻഡിങ് എനർജിയെ കുറക്കല്ലേ ചെയ്തത്. അതായത് ബൈൻഡിങ് എനർജി കുറച്ചില്ല. കാരണം ന്യൂക്ലിയർ ഫോഴ്സ് മാത്രമായിരിക്കുമ്പോൾ ഒരു പെർട്ടിക്കുലർ എമൗണ്ട് ഓഫ് ബൈൻഡിങ് എനർജി വേണമെന്ന് വിചാരിക്കാം. പക്ഷെ ഇവിടെ ആര് കൂടി ഉണ്ട്? ഇലക്ട്രോസ്റ്റാറ്റിക് റിപ്പൽഷൻ കൂടി ഉണ്ട് ബിറ്റ്വീൻ പ്രോട്ടോൺ. സോ അത് കണ്ട് ഇതിന്റെ രണ്ടിന്റെ സം എടുക്കുമ്പോൾ എന്താണ് ന്യൂക്ലിയർ ഫോഴ്സ് എന്ത് ചെയ്യുന്നു? കുറച്ച് കുറയുന്നു. സോ ആസ് എ റിസൾട്ട് ന്യൂക്ലിയർ ഫോഴ്സ് കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കുറച്ച് ബൈൻഡിങ് എനർജി കൊടുത്താൽ മതിയല്ലോ അവരെ ബ്രേക്ക് ചെയ്യാൻ. സോ കൊളൂംബ് എനർജി എന്ത് ചെയ്യുന്നു? ബൈൻഡിങ് എനർജിയെ കുറക്കുന്നു. ഇനി നമുക്ക് അതിന്റെ മാത്തമാറ്റിക്കൽ ഫോം നോക്കാം. സോ നമുക്ക് കൊളൂംബ് എനർജി കാണാനുള്ള ഇക്വേഷൻ അറിയാം. 1/4πε0 E²/r. ഓക്കെ, ഇവിടെ നമുക്ക് നമ്മളുടെ ന്യൂക്ലിയസിൽ സപ്പോസ് വിചാരിക്കാം, നമ്മൾ എടുത്തിരിക്കുന്ന ന്യൂക്ലിയസിൽ Z പ്രോട്ടോൺസ് ഉണ്ടെന്ന് വിചാരിക്കാം. പ്രോട്ടോണും തമ്മിലുള്ള റിപ്പൽഷൻ. അപ്പൊ Z പ്രോട്ടോൺ ഉണ്ട് എന്ന് വിചാരിക്കാം. There are Z protons. Then there are Z into Z minus 1, 2 interaction. That means രണ്ട് പ്രോട്ടോൺ ഉള്ള ഒരു ന്യൂക്ലിയസ് ആണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ അവർ തമ്മിൽ എത്ര ഇന്ററാക്ഷൻ ഉണ്ടടാ? 1. അല്ല, എങ്ങനെയല്ലേ അവർക്ക് ഇന്ററാക്ട് ചെയ്യാൻ പറ്റൂ? ഇനി 3 പ്രോട്ടോൺ ഉള്ള ഒരു ന്യൂക്ലിയസ് എന്ന് വിചാരിക്കാം. എങ്ങനെയൊക്കെ അവർക്ക് ഇന്ററാക്ട് ചെയ്യാം? ഇങ്ങനെ ഇന്ററാക്ട് ചെയ്യാം. ഞാൻ പറഞ്ഞു എല്ലാ ഡയറക്ഷൻസിലും ഇന്ററാക്ഷൻ ഉണ്ടാവൂലേ. സോ ഇങ്ങനെ ഇന്ററാക്ട് ചെയ്യാം, ഇങ്ങനെയും ഇന്ററാക്ട് ചെയ്യാം. സോ എത്രയായി? 3 അല്ലെ? ഇനി ഒരു 5 ന്യൂട്രോൺ ഉള്ള ഒരു ന്യൂക്ലിയസ് എന്ന് വെച്ചാൽ 5 പ്രോട്ടോൺ ഉള്ള ഒരു ന്യൂക്ലിയസ് ആണെങ്കിൽ എങ്ങനെയൊക്കെ ഇന്ററാക്ട് ചെയ്യാം? ഇങ്ങനെ ഇന്ററാക്ട് ചെയ്യാം, 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 ഇങ്ങനെ ഇന്ററാക്ട് ചെയ്യാം. ഇത്രയും രീതിയിൽ ഇന്ററാക്ട് ചെയ്യാം. അപ്പൊ എത്ര വന്നു? 1, 2, 3, 4, 5, 6, 7, 8, 9. ഇനി പറ്റുമോ? ഇങ്ങനെ ഇന്ററാക്ട് ചെയ്യാം. ഓക്കെ, 10 അല്ലെ? 10. അപ്പൊ നോക്കിയേ, 10. അപ്പൊ ഇതിനൊന്ന് ജനറലൈസ് ചെയ്തേ. ഇവിടെ 2 പ്രോട്ടോൺ ആയപ്പോൾ 1, 3 പ്രോട്ടോൺ ആയപ്പോൾ 3 ഇന്ററാക്ഷൻസ് പറ്റും. Then 5 പ്രോട്ടോൺ ആയപ്പോൾ 10 ഇന്ററാക്ഷൻസ് പറ്റും. ദാറ്റ് ഈസ് Z into Z minus 1/2 interactions. ഒന്ന് നോക്കിയാൽ നിങ്ങൾ ഈ Z ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയാൽ 5 ഇട്ട് നോക്കിയാൽ 5 into 5 minus 1/2. സോ എന്താണ്? Z into Z minus 1/2 interactions നമുക്ക് എന്താണ്? പോസിബിൾ ആണ്. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഇക്വേഷൻ നമ്മുടെ കൊളൂംബ് എനർജിയിൽ ആ വാല്യൂ കൊടുക്കുന്നു. 1/4πε0 E²/r into Z into Z minus 1/2. ഇത് ഇന്ററാക്ഷൻസിന്റെ എണ്ണമാണ്, നമ്പർ ഓഫ് ഇന്ററാക്ഷൻ. ഓക്കെ, ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ 2നെ ഇങ്ങോട്ട് കൊടുക്കുന്നു. സോ 1/8πε0 Z into Z minus 1 into E² into 1/r. ഇനി ഈ 1/r അതായത് ആ റേഡിയൽ ഡിസ്റ്റൻസ് അല്ലെ? ഈ 1/r അതായത് ഒരു പ്രോട്ടോണും അടുത്ത പ്രോട്ടോണും തമ്മിലുള്ള റേഡിയൽ ഡിസ്റ്റൻസ് ഇത് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു 1/a raised to 1/3. 1/a raised to 1/3. ഓക്കെ, നമുക്ക് ഓൾറെഡി ആറിന്റെ റിലേഷൻ അറിയാം. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? R0 a raised to 1/3. അപ്പോൾ 1/r എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു 1/a raised to 1/3. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് കൊളൂംബ് എനർജി കാണാനുള്ള ഇക്വേഷൻ എഴുതാം. കൊളൂംബ് എനർജി EC is equal to നമ്മൾ ഈ 1/8πε0 E² ഒക്കെ കോൺസ്റ്റന്റ് ആണ്. അതിന് നമ്മൾ കോൺസ്റ്റന്റ് A3 എന്ന് കൊടുക്കും. A3 ഇൻറ്റു ബാക്കി നമുക്ക് എന്താ ഉള്ളത്? Z ഇൻറ്റു Z minus 1 ഡിവൈഡഡ് ബൈ 1/r. 1/r എങ്ങനെയാണ് റിലേറ്റഡ്? 1/a raised to 1/3. So this is the equation correspond to Coulomb energy. Coulomb energy is equal to minus A3 into Z into Z minus 1 divided by a raised to 1/3, where Z is the atomic number or number of protons and A is the mass number. So ഇവിടെയും ഞാൻ എന്തിട്ടു? നെഗറ്റീവ് സൈൻ. ഹിയർ ഓൾസോ ഐ പുട്ട് ദ നെഗറ്റീവ് സൈൻ ബിക്കോസ് എന്താണ്? it will reduce the binding energy. കൊളൂംബ് എനർജി എന്താ ചെയ്യുന്നത്? ബൈൻഡിങ് എനർജിയെ കുറക്കുകയാണ് ചെയ്യുന്നത്. കാരണം ന്യൂക്ലിയസിനകത്ത് ആ ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് റിപ്പൽഷൻ കൂടി വരുമ്പോൾ ന്യൂക്ലിയർ ഫോഴ്സ് ഒന്ന് കുറയുന്നു. അതായത് ഇവർ ഡോമിനേറ്റ് ചെയ്യുന്നു. ഈ ഇലക്ട്രോസ്റ്റാറ്റിക് റിപ്പൽഷൻ ഡോമിനേറ്റ് ചെയ്യുന്നു.
അപ്പൊ ന്യൂക്ലിയോൺസുകൾ തമ്മിലുള്ള ന്യൂക്ലിയർ ഫോഴ്സ് ഒന്ന് കുറയുന്നു. അപ്പൊ ന്യൂക്ലിയർ ഫോഴ്സ് കുറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്ത് ചെയ്താൽ മതി, ബൈൻഡിങ് എനർജി കുറയില്ലേ? കാരണം കുറച്ച് ബൈൻഡിങ് എനർജി കൊടുത്താൽ മതി, അത്രയും സ്ട്രോങ്ങിലല്ലല്ലോ ഇവർ നിൽക്കുന്നത്. കാരണം ഈ റിപ്പൽഷൻ കാരണം ഇവരുടെ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. So that's why I put the negative sign in the Coulomb energy, because Coulomb energy also reduces the binding energy of a nucleus. Okay ആണോ? ഇപ്പൊ നമ്മൾ 3 എനർജീസും ഡിസ്കസ് ചെയ്തു. ബൈൻഡിങ് എനർജിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന 3 എനർജീസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. വോളിയം എനർജി, സർഫസ് എനർജി ആൻഡ് Coulomb energy. Now we are able to write the equation correspond to binding energy. Okay. നമുക്ക് എനർജി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എഴുതാം. ബൈൻഡിങ് എനർജി എന്ന് പറയുന്നത് എന്താണ്? ബൈൻഡിങ് എനർജി ഓഫ് എ ന്യൂക്ലിയസ് അക്കോർഡിംഗ് ടു ലിക്വിഡ് ഡ്രോപ്പ് മോഡൽ. അത് മറക്കരുത്. അതിൽ നിന്നാണ് നമുക്ക് ഈ എനർജീസ് ഒക്കെ കിട്ടിയത്. ഏത്? വോളിയം എനർജി, സർഫസ് എനർജി ആൻഡ് Coulomb energy. സോ നൗ ബൈൻഡിങ് എനർജി ഈസ് ഈക്വൽ ടു സം ഓഫ് വോളിയം എനർജി EV പ്ലസ് സർഫസ് എനർജി ES പ്ലസ് Coulomb energy EC. ഓക്കെ, നമ്മൾ കണ്ടെടുത്ത് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. വോളിയം എനർജി എന്ന് പറഞ്ഞാൽ A1 ഇൻറ്റു A, സർഫസ് എനർജി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? മൈനസ് A2 ഇൻറ്റു K റേസ് ടു 2/3. Coulomb energy എന്ന് പറഞ്ഞാലും കുറക്കാണ്, മൈനസ് A3 ഇൻറ്റു Z ഇൻറ്റു Z മൈനസ് 1 ഡിവൈഡഡ് ബൈ A റേസ് ടു 1/3. Okay, so this is the equation correspond to binding energy according to liquid drop model. അല്ലെ, ബൈൻഡിങ് എനർജി കാണാനുള്ള ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്തു. ഓക്കെ ആണോ? A1 അതില് എന്താണ്? ബൈൻഡിങ് എനർജിയെ കുറക്കുന്ന ഫാക്ടേഴ്സുകൾ ഏതൊക്കെയാണ്? സർഫസ് എനർജിയും Coulomb energy. നമ്മൾ കിട്ടിയ വാല്യൂസ് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദെൻ ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ കാണാൻ പറ്റും. എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് ഡിവൈഡഡ് ബൈ A ചെയ്യുക. എല്ലാത്തിലും എന്ത് ചെയ്യുന്നു? ഡിവൈഡഡ് ബൈ A ചെയ്യുന്നു. സോ നമുക്ക് എന്ത് കിട്ടുന്നു? ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ. ബൈൻഡിങ് എനർജിയാണ് EB എന്ന് റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്. സോ A1 ബൈ A, ദാറ്റ് ഈസ് ഈക്വൽ ടു A1 മൈനസ് A2 ബൈ എന്താണ്? A2 ഇൻറ്റു A റേസ് ടു 2/3 ആയിരുന്നു. സോ ഇറ്റ് വിൽ ബിക്കം 1/A ഹോൾ റേസ് ടു 1/3. അല്ലെങ്കിൽ എന്താണ്? അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? ഓക്കെ, ഇങ്ങനെ എഴുതാം. അല്ലെങ്കിൽ എന്തെഴുതാം? A2 ഇൻറ്റു A റേസ് ടു മൈനസ് 1/3 എന്ന് എഴുതാം. ഓക്കെ, മൈനസ് A3 ഇൻറ്റു Z മൈനസ് 1 A റേസ് ടു 4/3. ഇതെങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്? നമ്മൾ ആദ്യം കിട്ടിയ ബൈൻഡിങ് എനർജിയെ ഹോൾ ഡിവൈഡഡ് ബൈ A ചെയ്തു, മാസ് നമ്പർ, ഇൻ ഓർഡർ ടു കാൽക്കുലേറ്റ് ദി ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ. ഓക്കെ, സോ ദിസ് ഇസ് ദ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ. അപ്പോൾ നമുക്ക് ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോണിന്റെ ഇക്വേഷൻ കിട്ടി അല്ലെ? ഈ ഇക്വേഷൻ നമ്മളുടെ ബൈൻഡിങ് എനർജി കർവില് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള ബൈൻഡിങ് എനർജി കർവുമായിട്ട് ഹൈലി റിസംബിൾ ആണ്. നമ്മൾ പഠിച്ചിട്ടുള്ള ഇങ്ങനെ ഒരു ഗ്രാഫ്, കുറച്ച് പീക്സ് ഒക്കെ വന്ന് പിന്നെ അങ്ങനെ കോൺസ്റ്റന്റ് ആയി പോകുന്ന. അപ്പൊ അതായത് നമ്മളുടെ ഈ ഇക്വേഷനിലേക്ക്, അതായത് A1നും A2നും A3ക്കും ഒക്കെ നമ്മൾ വാല്യൂസ് ഇട്ട് ഓരോ ന്യൂക്ലിയസിനും ചെയ്ത് നോക്കി. അപ്പോൾ ഓരോ ന്യൂക്ലിയസിനും ചെയ്ത് നോക്കിയപ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് ഇതേപോലത്തെ ഗ്രാഫ്, നമ്മളുടെ ബൈൻഡിങ് എനർജി കർവിന്റെ അതുപോലത്തെ ഗ്രാഫ് തന്നെയാണ് കിട്ടിയത്. ഓക്കെ, എന്താണ് അതിനർത്ഥം? ഇതേ തിയററ്റിക്കൽ ആയിട്ടുള്ള ഈ ഒരു ഗ്രാഫിന് റിസംബിൾ ആയിട്ടുള്ള ഗ്രാഫ് ആണ് നമുക്ക് ഈ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോണിനെ എന്താണ് പ്രോഗ്രാം ചെയ്ത് നോക്കിയപ്പോൾ നമുക്ക് കിട്ടിയത്. which means that our liquid drop model has some validity. Liquid drop model എന്താണ്? അപ്പൊ നമ്മൾ ജസ്റ്റ് അതൊരു അസംഷൻ മാത്രമല്ല, it has some validity അല്ലെ? അതുകൊണ്ടല്ലേ അത് കറക്റ്റ് ആയിട്ട് വന്നത്. നമുക്ക് നമ്മളുടെ ബൈൻഡിങ് എനർജി കർവിന് റിസംബ്ലൻസ് ചെയ്തിട്ടുള്ള അതേ ഗ്രാഫ് തന്നെയാണ് ഈ ഒരു ഇക്വേഷൻ വെച്ച് നോക്കുമ്പോഴും നമുക്ക് കിട്ടിയത്. ഓക്കെ, സോ അതാണ് പറയുന്നത് എന്താണ്? This equation are closely resemble to the binding energy curve. This shows that liquid drop model has some validity. Liquid drop model എന്തുണ്ട്? കുറച്ച് വാലിഡിറ്റി ഉണ്ട് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്തു? ഈ ഇക്വേഷൻ പ്രകാരം നമ്മൾ ഗ്രാഫ് വരച്ച് നോക്കിയപ്പോൾ നമുക്ക് ബൈൻഡിങ് എനർജി കർവിന് റിസംബിൾ ആയിട്ടുള്ള അതേ ഗ്രാഫ് തന്നെയാണ് കിട്ടിയത്. ഓക്കെ, സോ നൗ അപ്പൊ നമ്മൾ പറഞ്ഞില്ലേ എന്താണ്? നമ്മളെ ബൈൻഡിങ് എനർജിക്ക് കറക്റ്റ് ആയിട്ടുള്ള, അതായത് ദാറ്റ് മീൻസ് അതിന് സിമിലർ ആയിട്ടുള്ള എന്താണ്
ഗ്രാഫ് തന്നെയാണ് കിട്ടിയത് എന്നൊക്കെ പറഞ്ഞു. അതായത് നമ്മളുടെ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ. യെസ്, ഈ ഇക്വേഷൻ പ്രകാരം നമ്മൾ ഗ്രാഫ് വരച്ചു. അപ്പൊ നമുക്ക് ബൈൻഡിങ് എനർജി കർവിന് സിമിലർ ആയിട്ടുള്ള ഗ്രാഫാണ് കിട്ടിയെന്ന് പറഞ്ഞു. പക്ഷെ ഇനി അതിന്റെ കറക്റ്റ് ആക്യുറേറ്റ് അല്ല, ബട്ട് ഓൾമോസ്റ്റ് ആ ഗ്രാഫിന് റിസംബിൾ ആണ്. സോ ഇൻ ഓർഡർ ടു ഇൻക്രീസ് ദാറ്റ് ആക്യുറേഷൻ, ആ ഒരു ആക്യുറേഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഇപ്പോഴത്തെ ഇക്വേഷനിൽ വി ഹാവ് ടു മേക്ക് സം മോഡിഫിക്കേഷൻ. നമ്മളുടെ ബൈൻഡിങ് എനർജി ഫോർമുല നമ്മളൊന്ന് കറക്റ്റ് ചെയ്യാൻ പോവാണ്. എന്തിനാണ്? ആ മോഡിഫിക്കേഷൻ അല്ലെങ്കിൽ ആ ആക്യുറേഷൻ കൂട്ടാൻ. ബൈൻഡിങ് എനർജി അതുപോലെ തന്നെയാണ് ആദ്യം നമ്മളുടെ ബൈൻഡിങ് എനർജി നമ്മളുടെ ബൈൻഡിങ് എനർജി എന്ന് പറയുന്നത് എനർജിയുടെയും സർഫസ് എനർജിയുടെയും കൊളൂംബ് എനർജിയുടെയും സമ്മായിരുന്നു. അപ്പൊ ഇനി നമ്മൾ എന്ത് ചെയ്യണം? അതൊന്നും കൂടെ ആക്യുറേറ്റ് ആക്കാൻ വേണ്ടിയിട്ട് അതിന്റെ മോഡിഫിക്കേഷൻസ് വരും. അസിമെട്രി എനർജി. എന്താണ് അസിമെട്രി എനർജി? അസിമെട്രി എനർജി, ഓരോ ന്യൂക്ലിയസിലും ന്യൂക്ലിയോൺസ് ഉണ്ട്. അതായത് പ്രോട്ടോണും ന്യൂട്രോണും. ഈ പ്രോട്ടോണിന്റെയും എണ്ണം, പ്രോട്ടോണിന്റെയും ന്യൂട്രോണിന്റെയും എണ്ണം ന്യൂക്ലിയസിന്റെ സ്റ്റെബിലിറ്റിയെ എഫക്ട് ചെയ്യുന്നുണ്ട്. what I said, ഒരു ന്യൂക്ലിയസിലുള്ള പ്രോട്ടോണിന്റെയും ന്യൂട്രോണിന്റെയും എണ്ണം, NPയും NNും, ന്യൂട്രോണിന്റെയും പ്രോട്ടോണിന്റെയും എണ്ണം ആ ന്യൂക്ലിയസിന്റെ സ്റ്റെബിലിറ്റിയെ ബാധിക്കുന്നുണ്ട്. അതായത് പറയുന്നത് വെച്ചാൽ, ഇപ്പൊ ഒരു ന്യൂക്ലിയസ് നിങ്ങൾ കൺസിഡർ ചെയ്യുക. ഒരു ന്യൂക്ലിയസ് കൺസിഡർ ചെയ്യുക. ആ ന്യൂക്ലിയസിൽ എന്താണ് ഒരു 4 പ്രോട്ടോൺ ആണ് വിചാരിക്കുക. അതുപോലെ തന്നെ ഒരു 4 ന്യൂട്രോൺ ആണ് വിചാരിക്കുക. ഒരു കേസ് ജസ്റ്റ് കൺസിഡർ ചെയ്യുക. ഓക്കെ, അതായത് ഇവിടെ പ്രോട്ടോണിന്റെയും ന്യൂട്രോണിന്റെയും എണ്ണം ഈക്വൽ അല്ലേ? അങ്ങനെയുള്ള ന്യൂക്ലിയസുകൾ ഹൈലി, അതായത് ആ ഒരു കോൺഫിഗറേഷൻ, പ്രോട്ടോണിന്റെയും ന്യൂട്രോണിന്റെയും എണ്ണം ഓൾമോസ്റ്റ് ഈക്വൽ ആണ്. അങ്ങനെയുള്ള ന്യൂക്ലിയസിന്റെ കോൺഫിഗറേഷൻസ് എന്ന് പറയുന്നത് എന്താണ്? ഹൈലി സ്റ്റേബിൾ ആയിരിക്കും. അതായത് ഒരു ന്യൂക്ലിയസ് എപ്പോഴും അങ്ങനെ ആവാൻ ശ്രമിക്കും. എങ്ങനെ? അതായത് തന്റെ പ്രോട്ടോണിന്റെയും ന്യൂട്രോണിന്റെയും എണ്ണം ഓൾമോസ്റ്റ് ഈക്വൽ ആക്കാൻ. ഓക്കെ, ഇനി അങ്ങനെ അല്ലാത്തൊരു കേസ് വിചാരിക്കുക. സപ്പോസ് ഒരു 4 പ്രോട്ടോണും ഒരു 10 ന്യൂട്രോണും. നിങ്ങൾ നോക്കിയേ, ഇവിടെ പ്രോട്ടോണിന്റെയും ന്യൂട്രോണിന്റെയും എണ്ണം തമ്മിൽ ഒരു ഹൈ ഡിഫറൻസ് ഉണ്ട്, ലാർജ് ഡിഫറൻസ് ഉണ്ട് അല്ലെ? ഈ ഒരു കോൺഫിഗറേഷൻ, ഇങ്ങനെയുള്ള ഒരു ന്യൂക്ലിയസിന്റെ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് there is a large difference between the number of proton and the number of neutron. ഇതുകൊണ്ടുള്ള എനർജിയാണ് അസിമെട്രി എനർജി. എന്താണ് അസിമെട്രി എനർജി? അതിൽ തന്നെ ഉണ്ട്, കണ്ടോ? സിമെട്രി ഇല്ല, സിമെട്രി ഇല്ലല്ലോ. കാരണം എന്താ? പ്രോട്ടോണിന്റെ എണ്ണവും ന്യൂട്രോണിന്റെ എണ്ണവും തമ്മിൽ വലിയ ഡിഫറൻസ്, ലാർജ് ഡിഫറൻസ്. അങ്ങനെയുള്ള കോൺഫിഗറേഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജിയാണ് അസിമെട്രി എനർജി. എന്താണ് അസിമെട്രി എനർജി? ഇനി ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക. അതായത് പ്രോട്ടോണിന്റെയും ന്യൂട്രോണിന്റെയും എണ്ണം തമ്മിൽ ലാർജ് ഡിഫറൻസ് വന്നു എന്ന് പറഞ്ഞാൽ ആ ന്യൂക്ലിയസ് എന്തല്ല? സ്റ്റേബിൾ അല്ല. ഇറ്റ് ഈസ് എന്താണ്? സ്റ്റെബിലിറ്റി ഇല്ല ന്യൂക്ലിയസ്. അപ്പോൾ എന്താണ് ഈ അസിമെട്രി എനർജി എന്ന് പറയുന്നത്? എന്തിനാണ്? ദ പർപ്പസ് ഓഫ് അസിമെട്രി എനർജി മീൻസ് ടു ഡീസ്റ്റെബിലൈസ് ദ ന്യൂക്ലിയസ്. ഒരു ന്യൂക്ലിയസിനെ ഡീസ്റ്റെബിലൈസ് ചെയ്യിക്കുക, അതായത് സ്റ്റെബിലിറ്റി നഷ്ടപ്പെടുത്തുക. ഒരു ഡീസ്റ്റെബിലിറ്റി അല്ലെ, ഡീസ്റ്റെബിലൈസ് ചെയ്യുക. ഒരു ന്യൂക്ലിയസിനെ ഡീസ്റ്റെബിലൈസ് ചെയ്യുക എന്നുള്ളതാണ് അസിമെട്രി എനർജിയുടെ പർപ്പസ്. കാരണം എന്താ? അസിമെട്രി അല്ലേ? അപ്പൊ ദാറ്റ് മീൻസ് പ്രോട്ടോണിന്റെയും ന്യൂട്രോണിന്റെയും എണ്ണം ലാർജ് ഡിഫറൻസ്. അങ്ങനെയുള്ള ഒരു കോൺഫിഗറേഷൻ, ആ കോൺഫിഗറേഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജിയാണ് അസിമെട്രി എനർജി. ഓക്കെ, ഇനി ഓക്കെ, ഇപ്പൊ ഞാൻ പറഞ്ഞു എന്താണ് ന്യൂക്ലിയസിന്റെ, അതായത് പ്രോട്ടോണിന്റെയും ന്യൂട്രോണിന്റെ ഒക്കെ എണ്ണത്തിലുള്ള ഡിഫറൻസ്. അപ്പൊ ഇനി എങ്ങനെയാണ് എന്താണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്? ഒരു ന്യൂക്ലിയസ് എങ്ങനെയാണ് ഈ പ്രോട്ടോൺസും ന്യൂട്രോൺസും എല്ലാം എന്താണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ ആറ്റം ഇല്ലേ, ആറ്റത്തിൽ എങ്ങനെയാണ്? ഓക്കെ, സെൻട്രൽ ന്യൂക്ലിയസ് ആൻഡ് ഇലക്ട്രോൺസുകൾ എങ്ങനെയാണ്? സെർട്ടൺ എനർജി ലെവൽസുകളായിട്ടല്ലേ? അല്ലെ, എനർജി ലെവൽസുകളായിട്ടാണ്, എനർജി ലെവൽസിലേക്കാണ് നമ്മൾ എന്തിനുണ്ടാക്കുന്നത്? ഇലക്ട്രോൺസിനെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. അതേപോലെ തന്നെയാണ് നമ്മളുടെ ന്യൂക്ലിയസിലും. there are certain energy levels. This is the energy levels. There are certain energy levels in the nucleus. ആ എനർജി ലെവൽസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മളുടെ ന്യൂക്ലിയോൺസിനെ അറേഞ്ച് ചെയ്യുന്നത്. അപ്പൊ ഇതെല്ലാം എനർജി ലെവൽസ് ആണ്. ഈ എനർജി ലെവൽസ് തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഈ. ഓക്കെ, അപ്പൊ ഇവിടെ 2 കോൺഫിഗറേഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് കേസ് നിങ്ങൾ നോക്കിയേ,
ഫസ്റ്റ് കേസ് നോക്കാം. ഫസ്റ്റ് കേസിലെ എന്താ രണ്ടിന്റെയും ശ്രദ്ധിക്കണം, രണ്ടിന്റെയും മാസ് നമ്പർ 12 ആണ്. ഓക്കെ, അറ്റോമിക് നമ്പർ അതായത് പ്രോട്ടോണിന്റെ എണ്ണം ഇതിൽ 6ഉം ഇതിൽ 6. അതായത് ഈ കേസിൽ എന്താണ്, ഫസ്റ്റ് കേസിൽ പ്രോട്ടോണിന്റെയും ന്യൂട്രോണിന്റെയും എണ്ണം ഈക്വൽ ആണ്. സെക്കൻഡ് കേസ് നോക്കിയേ, സെക്കൻഡ് കേസിൽ പ്രോട്ടോണിന്റെയും ന്യൂട്രോണിന്റെയും എണ്ണം തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. ഒന്ന് 2ഉം ഒന്ന് 8ഉമാണ്. അതെങ്ങനെയാണ് എനർജി ലെവൽസിൽ അറേഞ്ച് ചെയ്തിട്ടുള്ളത് നോക്കുക. സോ ദിസ് ഈസ് ദ പ്രോട്ടോൺ ആൻഡ് ന്യൂട്രോൺ. ഈ ലൈൻസ് വെച്ച് റെപ്രസെന്റ് ചെയ്താണ്, ലൈൻസ് വെച്ച് റെപ്രസെന്റ് ചെയ്തത് പ്രോട്ടോൺ, മറ്റേത് ന്യൂട്രോൺ. ഓക്കെ, സോ അപ്പൊ ഇവിടെ എന്താണ് 2 ന്യൂട്രോൺ 2 പ്രോട്ടോൺ. ഓക്കെ, അങ്ങനെ 6, ഇവിടെ 6ഉം ഇവിടെയും 6. ഇനി സെക്കൻഡ് കേസ് നോക്കിയേ, ഇവിടെ 10 ന്യൂട്രോൺസ് നമ്മൾ അറേഞ്ച് ചെയ്തു. ദെൻ എന്താണ്, എത്ര പ്രോട്ടോണേ ഉള്ളൂ ഇവിടെ? ഇവിടെ ആകെ 2 പ്രോട്ടോണേ ഉള്ളൂ അല്ലെ, 2 പ്രോട്ടോണേ ഉള്ളൂ. ഇനി നമ്മൾ ചെയ്യുന്നത് ഈ ഡിഫറൻസ് നോക്കുക. ഇവിടെ എത്രയാണ്? ഇവിടെ 2 പ്രോട്ടോണും 10 ന്യൂട്രോൺ ഉണ്ട് അല്ലെ, 2 പ്രോട്ടോണും 10 ന്യൂട്രോൺ ഉണ്ട്. അപ്പൊ ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എത്രയാ? 10 - 2 എത്രയാ? 8 അല്ലെ, 8 ആണ് ഇവര് തമ്മിലെ ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അത്രയും ശ്രദ്ധിക്കണം, ഇവിടെ എന്താണ്, ഇവിടെ നമുക്ക് അത്രയും എക്സസ് ന്യൂട്രോൺ നമുക്ക് ഉണ്ടാക്കണം. അതായത് n - z എന്താണ്, ന്യൂട്രോണിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. ഈ n - z ന്യൂട്രോൺസിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്ര പ്രോട്ടോണിനെ നമ്മൾ ഷിഫ്റ്റ് ചെയ്യിപ്പിക്കണം? അതാണ് നമുക്ക് നോക്കേണ്ടത്. എത്ര പ്രോട്ടോണിനെ നമ്മൾ ഷിഫ്റ്റ് ചെയ്യിപ്പിക്കണം? ഓക്കെ, in order to create an excess of n - z, that is 10 - 2 neutron, we need to convert n - z by 2, that is 4 protons into neutrons. That is ഇവിടെ നമ്മൾ എന്താണ്, ഓക്കെ നമുക്ക് ആ കേസ് തന്നെ എടുത്ത് പറയാം. ഓക്കെ, ഇവിടെ നോക്കിയേ, ഇവിടെ രണ്ടാമത്തെ കേസില് ഇതാ n - z എന്ന് പറയുന്നത് 2 - 10, അതായത് 8 പ്രോട്ടോൺസ് ന്യൂട്രോൺസിനെ നമുക്ക് പുതുതായിട്ട് ഉണ്ടാക്കണം. അതിന് എത്ര പ്രോട്ടോൺസിനെ കൺവേർട്ട് ചെയ്യണം? n - z by 2, ദാറ്റ് ഈസ് n - z എന്ന് പറയുന്നത് 8/2, 4 പ്രോട്ടോൺസിനെ നമ്മൾ എന്ത് ചെയ്യണം? കൺവേർട്ട് ചെയ്ത് ന്യൂട്രോൺസുകളാക്കണം. അതായത് ഇതാ ഈ 4 പ്രോട്ടോണുകളെ നമ്മൾ എന്ത് ചെയ്യണം? ന്യൂട്രോൺസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ നോക്കിയേ, ഈ എനർജി ലെവൽ കണ്ടോ, ഈ എനർജി ലെവലുള്ള പ്രോട്ടോൺസുകളെ നമ്മൾ എന്ത് ചെയ്യുന്നു? ന്യൂട്രോൺസുകളാക്കിയിട്ട് ഈ എനർജി ലെവലിലേക്ക് കൊടുക്കുന്നു. ആൻഡ് ഇവിടെയുള്ളവരെ ന്യൂട്രോൺസ് ആക്കി കൺവേർട്ട് ചെയ്ത് ഈ എനർജി ലെവലിലേക്ക് കൊടുക്കുന്നു. ഓക്കെ, അപ്പൊ ഉണ്ടായ ഡിഫറൻസ് നോക്കിയാൽ, ഇവരിപ്പോ ഈ എനർജി ലെവലിലായിരുന്നു, പ്രോട്ടോൺ ആയിരിക്കുമ്പോൾ ഇവർ ഈ എനർജി ലെവലിലായിരുന്നു. ഇപ്പൊ ഇവർ എവിടെ എത്തി? ഇവിടെ എത്തി. അതായത് ഒരു ഡിഫറൻസ് ഇ ആണ്, ഒരു 2 എനർജി ലെവൽസ് തമ്മിലുള്ള ഡിഫറൻസ് ഇ ആണ്. ഇ പ്ലസ് ഇ 2e അല്ലെ, 2 എനർജി ലെവലിൽ ഇവരത് കൂടി. പ്രോട്ടോൺസ് ആയിരിക്കുന്ന സമയത്ത് ഇവരുടെ എനർജി എത്രയായിരുന്നു? ഇവിടെ ആയിരുന്നു ഇവർ 2 എനർജി ലെവൽ കൂടി. ഇനി ഈ മുകളത്തെ പ്രോട്ടോൺ അങ്ങനെ തന്നെ, അതെന്ത് ചെയ്തു? 2 എനർജി ലെവൽ ഉയർന്ന ലെവലിലേക്ക് എത്തി. അതെന്തായപ്പോൾ? ന്യൂട്രോൺ ആയി മാറിയപ്പോൾ. എത്രയും ക്ലിയർ ആണോ? അതായത് പ്രോട്ടോൺ ആയിരുന്നവരെ ന്യൂട്രോൺ ആക്കി കൺവേർട്ട് ചെയ്തപ്പോൾ അവരുടെ എനർജി 2e ആയി. കാരണം അവര് ഹയർ എനർജി ലെവലിലേക്ക് എത്തി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അങ്ങനെ എത്തി, അതായത് ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ന്യൂട്രോൺസുകൾ ഉണ്ടാക്കി, പുതിയ 4 ന്യൂട്രോൺസുകളെ നമ്മൾ ഉണ്ടാക്കി അല്ലെ. അങ്ങനെ ഉണ്ടാക്കിയപ്പോൾ ഓരോ പ്രോട്ടോണും അല്ലെങ്കിൽ ഓരോ ന്യൂട്രോണിന്റെയും എനർജി എന്ന് പറയുന്നത് എത്രയാണ്? 2e എനർജി പെർ ന്യൂക്ലിയോൺ. അതായത് ഒരു പ്രോട്ടോണ് ന്യൂട്രോൺ ആയി മാറിയപ്പോൾ അതിന്റെ എനർജി ഓരോന്നിനും 2e ലെവൽ കൂടിയില്ലേ, 2 എനർജി ലെവൽ കൂടി. ഈ 2e നമുക്ക് എങ്ങനെ എഴുതാം? 4e/2 എന്ന് എഴുതാം. അങ്ങനെ എഴുതിയാലും എന്ത് തന്നെയാണ്? 2e അല്ലേ. ഓക്കെ, അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 1/2 × 4 × e എന്ന് എഴുതാം. നമ്മൾ അസിമെട്രിക് എനർജിക്കുള്ള ഒരു ഇക്വേഷൻ ആണ് നമ്മൾ ഡിറൈവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ ബേസിക് ആണ് പറയുന്നത്. ഓരോ പ്രോട്ടോണും 2e എനർജി കൂടിയിട്ടാണ് പുതിയ ന്യൂട്രോൺ ആയിട്ട് മാറിയത്. അതുകൊണ്ട് എനർജി ബൈ ന്യൂക്ലിയോൺ ഇസ് ഈക്വൽ ടു 2e. 2e നമുക്ക് 4e/2 എന്നും എഴുതാം, അല്ലെങ്കിൽ 1/2 × 4 × e എന്ന് എഴുതാം. ഈ 4 എന്താ? അതായത് എത്ര പ്രോട്ടോൺ ആണ് ന്യൂട്രോൺ ആയിട്ട് മാറിയത് അല്ലെ, നമ്പർ ഓഫ് പ്രോട്ടോൺസ് ദാറ്റ് ഗെറ്റ് കൺവേർട്ടഡ് ടു ന്യൂട്രോൺ. സോ ദാറ്റ് ഈസ് n - z/2. അതല്ലേ 4 എന്ന് പറയുന്നത്. കാരണം n എത്രയായിരുന്നു? n 10, z2 / 2, 10 -
2/2 8 4 4e. സോ 4ന് നമുക്ക് എന്ത് എഴുതാം? ഹാഫ് ഇൻറ്റു n മൈനസ് z ഇൻറ്റു ഇ എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിയേ, ഈ എനർജി പെർ ന്യൂക്ലിയോണ് എന്താണ് n-z/2 ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും അല്ലെ. ന്യൂ ന്യൂട്രോൺസ് അപ്പൊ എന്ത് ചെയ്യുന്നു? എനർജിയെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇത് ന്യൂ ന്യൂട്രോൺസിന്റെ എണ്ണമല്ലേ? 4 പുതിയ ന്യൂട്രോൺ ആണ് ഇപ്പൊ ഇവിടെ ഉണ്ടായത്. അപ്പോ എന്താണ്, ഇനിയിപ്പോ ഒരു 10 ഉണ്ടായി കഴിഞ്ഞാൽ എനർജി പെർ ന്യൂക്ലിയോൺ എന്ത് ചെയ്യും? പിന്നെയും കൂടും. ഓക്കെ, അങ്ങനെ എന്ത് ചെയ്യുന്നു നമ്മൾ ഇനി ഇപ്പൊ ഈ ഇപ്പൊ നമുക്ക് 2 കോൺഫിഗറേഷൻസിന്റെ, നമ്മൾ ആദ്യത്തെ കോൺഫിഗറേഷനും പിന്നീട് പ്രോട്ടോൺസ് എന്തായി? ന്യൂട്രോൺസ് ആയിട്ട് മാറി, ന്യൂട്രോൺസ് ആയിട്ട് കൺവേർട്ട് ചെയ്തു. ഇങ്ങനെ 2 കോൺഫിഗറേഷൻസ് ഉണ്ട്. ഈ 2 കോൺഫിഗറേഷൻസും തമ്മിലുള്ള എനർജി ഡിഫറൻസ് എന്ന് പറയുന്നത് എത്ര ന്യൂട്രോൺസ് ആണോ, നമ്പർ ഓഫ് ന്യൂട്രോൺസ്, പുതുതായിട്ടുണ്ടായ ന്യൂട്രോൺസിന്റെ എണ്ണം ഇൻടു നമ്മൾ നേരത്തെ കണ്ടുവച്ച എനർജി. ഓക്കെ, ഈ 2 കോൺഫിഗറേഷന്റെയും എനർജി ഡിഫറൻസ് കാണാൻ നമ്മൾ എന്താണ്, എത്ര ന്യൂട്രോൺസ് പുതുതായിട്ടുണ്ടായത്? ഹാഫ് ഇൻറ്റു n-z അല്ലെങ്കിൽ n-z/2 ഇൻറ്റു നമ്മൾ നേരത്തെ കണ്ടുവച്ച എനർജി, ദാറ്റ് ഈസ് ഹാഫ് ഇൻറ്റു n-z/2 ഇൻറ്റു ഇ. ഓക്കെ, അപ്പൊ നമ്മൾ n-z ഇൻറ്റു n-z ഹാഫ് ഇൻറ്റു ഹാഫ് 1/8. സോ 1/8 ഇൻറ്റു n-z² ഇ. ഇനി ഇതിൽ n എന്ന് പറയുന്നത് ന്യൂട്രോണിന്റെ എണ്ണമല്ലേ? ന്യൂട്രോണിന്റെ എണ്ണം കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം a-z ആണ്. അതവിടെ കൊടുക്കുക, അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഹാഫ് ഇൻറ്റു a-2z, ഹാഫ് ഇൻറ്റു a-2z ഹോൾ സ്ക്വയർ ഇൻറ്റു ഇ എന്ന് പറയുന്ന ഇക്വേഷൻ കിട്ടും, അസിമെട്രിക് എനർജി. ഇനി നിങ്ങൾ നോക്കുക, ഈ എന്തായിരുന്നു? ഈ എന്ന് പറയുന്നത് എന്താണ്? എനർജി ലെവൽസ്, ഒരു ലെവലും മറ്റേ ലെവലും തമ്മിലുള്ള ഡിഫറൻസ് ആ ഇ അല്ലേ? അതിന്റെ റിലേഷൻ എന്ന് പറയുന്നത് മാസ് നമ്പർ കൂടിയാൽ ആ എനർജി ഡിഫറൻസ് എന്ത് ചെയ്യും? കുറയും. അതായത് ഒരു ഹെവി ന്യൂക്ലിയസ് ആണെന്ന് വിചാരിക്കുക. ഒരു ഹെവി ന്യൂക്ലിയസ് ആണ് എന്നുണ്ടെങ്കിൽ, അതല്ലേ മാസ് നമ്പർ കൂടാന്ന് പറഞ്ഞാൽ, ഒരു ഹെവി ന്യൂക്ലിയസ് ആണ് എന്നുണ്ടെങ്കിൽ എനർജി ലെവൽസ് എന്തായിരിക്കും? അടുത്തടുത്തായിരിക്കും. ഓക്കെ, ദാറ്റ് മീൻസ് ഇത്രയും ഇ എന്ന് പറയുന്ന ഒരു ഗ്യാപ്പ് ഉണ്ടാവില്ല. ദാറ്റ് മീൻസ് ഈ എനർജി ലെവൽസ് ഇ എന്ന് പറയുന്നത് മാസ് നമ്പറിനെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അത് നമ്മൾ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ദാറ്റ് ഈസ് EA ഈക്വൽ ടു ഇതാ ഈ കോൺസ്റ്റന്റ്, ഇതിൽ 1/8 ഇതൊക്കെ കോൺസ്റ്റന്റ് ആണ്. അപ്പൊ അതിൽ നമ്മൾ A4 എന്ന് കൊടുക്കുന്നു. a-2z ഹോൾ സ്ക്വയർ. ഇ എങ്ങനെയാണ് റിലേറ്റഡ്? 1/a, ദാറ്റ് ഈസ് ഡിവൈഡഡ് ബൈ a മൈനസ്, ഇവിടെ ഞാൻ എന്ത് ചെയ്തു? മൈനസ് ചെയ്തു. കാരണം അസിമെട്രി എന്ന് പറയുന്ന എനർജി എപ്പോഴാണ് വരുന്നത്? ടു ഡീസ്റ്റെബിലൈസ് ദ ന്യൂക്ലിയസിനെ ഡീസ്റ്റെബിലൈസ് ചെയ്യാൻ. അതായത് പ്രോട്ടോൺസിന്റെ ഉണ്ടാവും ന്യൂട്രോൺസിന്റെ ഉണ്ടാവും തമ്മിൽ വലിയ വ്യത്യാസമുള്ള ഒരു കോൺഫിഗറേഷൻ, അപ്പോഴാണ് നമ്മൾ അസിമെട്രി വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കോൺഫിഗറേഷന്റെ സ്റ്റെബിലിറ്റി വളരെ കുറവാണ്. സ്റ്റെബിലിറ്റി കുറഞ്ഞാൽ ബൈൻഡിങ് എനർജി എന്താണ്? ഓഫ് കോഴ്സ് കുറവാണ്. അതുകൊണ്ടാണ് ഐ പുട്ട് ദ നെഗറ്റീവ് സൈൻ. സോ അസിമെട്രിക് എനർജി ഈസ് ഈക്വൽ ടു മൈനസ് A4 ഇൻറ്റു a-2z ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ a. സോ ഇതാണ് അസിമെട്രിക് എനർജി. ഇപ്പോ ഈ ഡെറിവേഷൻ ബുദ്ധിമുട്ടുള്ളവർ ജസ്റ്റ് ഈക്വേഷൻ പഠിച്ചു വെക്കുക. ദെൻ ഹൗ ദേ ആർ റിലേറ്റഡ്, അസിമെട്രി എനർജിയുടെ പർപ്പസ് എന്താണ്? തിയററ്റിക്കൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്ക് ആൻസർ ചെയ്യണം അല്ലെ? അപ്പോൾ അതിന് അസിമെട്രി എനർജി എന്ന് പറയുന്നത് എപ്പോൾ മാത്രമേ വരുന്നുള്ളൂ? അതായത് ഒരു ന്യൂക്ലിയസിൽ പ്രോട്ടോണിന്റെയും ന്യൂട്രോണിന്റെയും എണ്ണം തമ്മിൽ ലാർജ് ഡിഫറൻസ് വരുന്ന ഒരു കോൺഫിഗറേഷൻ, അങ്ങനെയുള്ള ഒരു കോൺഫിഗറേഷനിൽ ഉണ്ടാവുന്ന എനർജിയാണ് അസിമെട്രിക് എനർജി. അത് എന്ത് ചെയ്യുന്നു? ന്യൂക്ലിയസിനെ ഡീസ്റ്റെബിലൈസ് ചെയ്യുന്നു. ഓക്കെ, അതിന്റെ വാല്യൂ ആണ് ആ എനർജി. EA is equal to minus A4 into a-2z whole square divided by a. ഓക്കെ, സോ ദിസ് ഇസ് ദ അസിമെട്രിക് എനർജി. ഇപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മളുടെ ബൈൻഡിങ് എനർജിയെ ഒന്നുകൂടെ മോഡിഫൈ ചെയ്യണം അല്ലെ? അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? പുതിയ എനർജി ഇതാക്കി, അസിമെട്രിക് എനർജി. ഇനി അതുപോലുള്ള ഒരു എനർജിയാണ് പെയറിംഗ് എനർജി. ദിസ് ഇസ് വെരി സിമ്പിൾ. പെയറിംഗ് എനർജി. സോ പെയറിംഗ് എനർജി എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആണ്. നമുക്ക് ഒരു ന്യൂക്ലിയസിൽ അല്ലെങ്കിൽ ന്യൂക്ലൈഡുകൾ, ഒരു ന്യൂക്ലൈഡ് വിത്ത് അറ്റോമിക് നമ്പർ Z ആൻഡ് മാസ് നമ്പർ A. ആ ന്യൂക്ലൈഡില് എന്താണ്? പ്രോട്ടോണിന്റെ എണ്ണവും ന്യൂട്രോണിന്റെ എണ്ണവും ഇവൺ നമ്പർ ആണെന്ന് വിചാരിക്കുക. സപ്പോസ് ഹീലിയം 2-4. ഇതിലെ പ്രോട്ടോണിന്റെ എണ്ണം എത്രയാണ്? 2. ന്യൂട്രോണിന്റെ എണ്ണം എത്രയാണ്? 2. ദാറ്റ് ഈസ് രണ്ടും ഈവൺ നമ്പർ ആണ്. ഈവൺ നമ്പേഴ്സ് ആണ് പ്രോട്ടോണും ന്യൂട്രോണും. അങ്ങനെയുള്ള ന്യൂക്ലൈഡുകൾ ഹൈലി സ്റ്റേബിൾ ആയിരിക്കും. ഓക്കെ, ഈവൺ നമ്പർ ഓഫ്
പ്രോട്ടോൺസും ഈവൻ നമ്പർ ഓഫ് ന്യൂട്രോൺസുമുള്ള ന്യൂക്ലൈഡുകൾ ഹൈലി സ്റ്റേബിൾ ആയിരിക്കും. അതിനുള്ള മറ്റൊരു എക്സാമ്പിൾ ആണ് കാർബൺ 612 ആൻഡ് ഓക്സിജൻ 816. പ്രോട്ടോൺ എണ്ണവും ന്യൂട്രോൺ എണ്ണവും ഈവൻ നമ്പർ ആയിരിക്കും. അങ്ങനെയുള്ള ന്യൂക്ലിയസ് എന്താണ്? ഹൈലി സ്റ്റേബിൾ ആയിരിക്കും. ഇനി രണ്ടും ഓഡ് നമ്പർ ആണെന്ന് വിചാരിക്കും. ഓഡ് നമ്പർ ഓഫ് പ്രോട്ടോണും ഓഡ് നമ്പർ ഓഫ് ന്യൂട്രോണും. സപ്പോസ് പ്രോട്ടോണിന്റെ എണ്ണം 3, ന്യൂട്രോണിന്റെ എണ്ണം 7, ഇങ്ങനെ ഒരു കേസ് വിചാരിക്കും. ഓക്കെ, രണ്ടും ഓഡ് നമ്പർ ആണ്. അങ്ങനെയുള്ള ന്യൂക്ലൈഡുകൾ എന്നായിരിക്കും? ലീസ്റ്റ് സ്റ്റേബിൾ ആയിരിക്കും. സ്റ്റെബിലിറ്റി എന്നായിരിക്കും? വളരെ കുറവായിരിക്കും. ഇനി ഇതിന്റെ ഒരു ഇന്റർമീഡിയറ്റ്, അതായത് എന്താണ്? പ്രോട്ടോണിന്റെ എണ്ണം 2, ന്യൂട്രോണിന്റെ എണ്ണം 3. ഓക്കെ, അതായത് ഈവൺ ഓഡ് അല്ലെ? ഈവൺ ഓഡ് റിലേഷൻ. അല്ലെങ്കിൽ നേരെ തിരിച്ച് എങ്ങനെ? പ്രോട്ടോൺ 4, ന്യൂട്രോൺ 7. നോക്കിയേ, അതായത് സോറി സെയിം ഇതായി പോയില്ലേ. പ്രോട്ടോൺ 5, ന്യൂട്രോൺ എന്ത് ചെയ്യുന്നു? 8. നോക്കിയേ, അതായത് ഈവൺ ഓഡ് ഈവൺ. ഈ രണ്ട് കേസിലും ഈവൺ ഓടും ഓഡ് ഈവൺ, ഈ രണ്ട് കേസിലും ന്യൂക്ലിയസ് എങ്ങനെയായിരിക്കും? ഒരു ഇന്റർമീഡിയറ്റ് സ്റ്റെബിലിറ്റി. ഓക്കെ, ഇന്റർമീഡിയറ്റ് സ്റ്റെബിലിറ്റി. ദാറ്റ് ഈസ് നമ്മൾ എഴുതാണെങ്കിൽ എങ്ങനെയായിരിക്കും വരിക? ഈവൺ നോക്കിയതാ ദിസ് ഈവൺ ന്യൂക്ലിയ ആയിരിക്കും ഹൈലി സ്റ്റേബിൾ. ഓക്കെ, ഈവൺ ന്യൂക്ലിയ ആയിരിക്കും ഏറ്റവും സ്റ്റേബിൾ. പിന്നെ ഈവൺ ഓഡ് അല്ലെങ്കിൽ ഓഡ് ഈവൺ വരുന്ന കണ്ടീഷൻ. ദെൻ ലാസ്റ്റ് വൺ ഓഡ് ന്യൂക്ലിയസ്. ഏറ്റവും സ്റ്റെബിലിറ്റി കുറവുള്ളത് ഏതാണ്? പ്രോട്ടോൺ എണ്ണവും ന്യൂട്രോൺ എണ്ണവും രണ്ടും ഓഡ് വരുന്ന കണ്ടീഷൻ. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ പെയറിംഗ് എനർജി EP എന്ന് പറയുന്നത് എന്താണ്? A5 into A⁻⁻3/4. ഇതൊരു തിയറിറ്റിക്കൽ എക്സ്പെരിമെന്റൽ ആയിട്ട് നമുക്ക് കിട്ടിയതാണ്. അസിമെട്രിക് എനർജിയും പെയറിംഗ് എനർജിയും എക്സ്പെരിമെന്റൽ റിസൾട്ട് ആണ്. സോ ഇത് എങ്ങനെയാണ് മാസ് നമ്പർ റിലേറ്റ് ചെയ്തിട്ടുള്ളത്? A5 into A⁻⁻3/4. ഇനി ഇവിടെ സൈൻ നോക്കിയേ, +-0. ഇത് മൂന്നും വരാം. എപ്പോഴാണ് പ്ലസ് വരുന്നത്? നിങ്ങൾക്കെന്നെ ചിന്തിച്ചറിയാൻ പറ്റും. നമ്മൾ പറഞ്ഞു ഈവൺ ആകുമ്പോൾ ന്യൂക്ലിയസ് ഹൈലി സ്റ്റേബിൾ ആണ്. ഹൈലി സ്റ്റേബിൾ ആവുമ്പോൾ ബൈൻഡിങ് എനർജി കൂടും. സോ അത് എന്ത് ചെയ്യുന്നു? പെയറിംഗ് എനർജി ബൈൻഡിങ് എനർജി കൂട്ടുന്നു, പോസിറ്റീവ്. അപ്പോൾ ഈവൺ ആണെങ്കിൽ പെയറിംഗ് എനർജി എന്തായിരിക്കും? പ്ലസ് ആയിരിക്കും. ഇനി നെക്സ്റ്റ് കേസ് ഓഡ് ആകുമ്പോൾ നമ്മൾ പറഞ്ഞു ലീസ്റ്റ് സ്റ്റേബിൾ ആയിരിക്കും. സ്റ്റെബിലിറ്റി കുറയുന്നു. ഓഫ് കോഴ്സ് ബൈൻഡിങ് എനർജിയും കുറയുന്നു, നെഗറ്റീവ് അല്ലെ? അപ്പൊ ഇനി അടുത്തൊരു കേസ് ആണെന്നുണ്ടെങ്കിൽ, അതായത് ഓഡ് ഈവൺ അല്ലെ ഓർ ഈവൺ ഓഡ്, ഈ രണ്ട് കേസ് ആണെങ്കിലും പെയറിംഗ് എനർജി EP എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, ദിസ് ഈസ് ദ കേസ്. പെയറിംഗ് എനർജി ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ബൈൻഡിങ് എനർജിയെ റിലേറ്റ് ചെയ്യുന്നത്. Okay. Now we have to correct our binding energy equation. ഇപ്പൊ നമ്മൾ ചെയ്തു. ഓക്കെ, ബാക്കിയുള്ള എനർജീസ് കൂടി കണ്ടു. അപ്പൊ ഇനി നമ്മളുടെ ബൈൻഡിങ് എനർജി എന്ന് പറയുന്നത് ആരൊക്കെ ഉണ്ട്? വോളിയം എനർജി പ്ലസ് സർഫസ് എനർജി പ്ലസ് കൊളൂംബ് എനർജി പ്ലസ് അസിമെട്രിക് എനർജി പ്ലസ് പെയറിംഗ് എനർജി. ഇതിന്റെ ഒരു സമ്മാണ് ഇപ്പൊ നമ്മളുടെ ബൈൻഡിങ് എനർജി എന്ന് പറയുന്നത്. ജസ്റ്റ് അതിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. വോളിയം എനർജി A1A അല്ലെ, മൈനസ് സർഫസ് എനർജി -A2 into A⁻²/3. കൊളൂംബ് എനർജി -A3 into Z/Z-1 divided by A⁻1/3. അസിമെട്രി എനർജി എന്താണ്? ബൈൻഡിങ് എനർജിയെ കുറക്കുകയാണ്. സോ -A4 into A-2Z² divided by A. ദെൻ പെയറിംഗ് എനർജി അത് പ്ലസ് ആവാം, മൈനസ് ആവാം, 0 ആകാം. അതെന്ത് ചെയ്യുന്നു? കേസിനനുസരിച്ച് മാറും. A5 divided by A⁻3/4. ഈ ഡിവിഷന് പകരം നമുക്ക് മൈനസ് കൊടുത്തിട്ട് അങ്ങനെയും വിടാം. സോ ദിസ് ഈസ് ദ സെമി എംപിരിക്കൽ ബൈൻഡിങ് എനർജി ഫോർമുല, നോട്ട് ദ സെമി എംപിരിക്കൽ മാസ് ഫോർമുല. ഇപ്പൊ നമ്മൾ എന്തേ കണ്ടെത്തിയിട്ടുള്ളൂ? ബൈൻഡിങ് എനർജി. സോ ദിസ് ഈസ് ദ സെമി എംപിരിക്കൽ ബൈൻഡിങ് എനർജി ഫോർമുല. ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ, ഓരോന്നിന്റെയും പവേഴ്സ് നിങ്ങൾ അത് മാറിപ്പോവരുത്. സർഫസ് എനർജിയുടെ പവർ എത്രയാണ്? കൊളൂംബ് എനർജിയുടെ അതിനാണ് ഞാൻ ആദ്യം അത് ഡിറൈവ് ചെയ്തു വന്ന രീതി പറഞ്ഞത്. അപ്പൊ നമുക്ക് ജസ്റ്റ് ഇത് മെമ്മറൈസ് ചെയ്യാൻ പറ്റും. അല്ല നമ്മൾ ഇത് മാത്രം ബൈ ഹാർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൺഫ്യൂഷൻസ് വരും. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് ഈ പവർ വന്നത്? ആ ഡെറിവേഷൻ നമുക്ക് അറിയാമെങ്കിൽ സിമ്പിൾ ആണ്, നമുക്കത് മാറിപ്പോകില്ല. അപ്പൊ ഓരോ എനർജിയും എങ്ങനെയാണ് A-നെറ്റ് റിലേറ്റഡ് എന്നുള്ളത് അറിഞ്ഞിരിക്കണം.
സോ ദിസ് ഇസ് ദ സെമി എംപെരിക്കൽ ബൈൻഡിങ് എനർജി ഫോർമുല. അപ്പൊ നമ്മളൊക്കെ എന്താണ് വേണ്ടത്? സെമി എംപെരിക്കൽ മാസ് ഫോർമുലയാണ് നമുക്ക് വേണ്ടത് അല്ലെ? നമ്മൾ അതല്ലേ ഡിറൈവ് ചെയ്യുന്നത്. സെമി എംപെരിക്കൽ മാസ് ഫോർമുല. അപ്പൊ ഇതെന്താണ്? ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയർ. സിമ്പിൾ ആണ്. നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ആ ബൈൻഡിങ് എനർജി ഫോർമുലയിലേക്ക് അതിനെ എ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നതാണ് ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയർ. നൗ സെമി എംപെരിക്കൽ മാസ് ഫോർമുല. നമ്മള് ഫസ്റ്റില് മാസ് കാണാൻ ഒരു ഇക്വേഷൻ നമ്മള് എഴുതി വെച്ചിരുന്നു. എന്താണ്? ZmP പ്ലസ് A മൈനസ് Z ഇൻറ്റു Mn മൈനസ് നമ്മളുടെ ബൈൻഡിങ് എനർജി EB ഡിവൈഡഡ് ബൈ C². അല്ലെ? ഇങ്ങനെ ഒരു ഇക്വേഷൻ നമ്മൾ എഴുതി വെച്ചു. ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക? നമ്മളുടെ ബൈൻഡിങ് എനർജിയെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, ZmP പ്ലസ് A മൈനസ് Z ഇൻറ്റു ഇതിലേക്ക് നമ്മൾ നമ്മളെ ബൈൻഡിങ് എനർജിയെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നോക്കിക്കേ, ZmP പ്ലസ് A മൈനസ് Zn Z ഇൻറ്റു Mn മൈനസ് ഈ 1/c² അങ്ങോട്ട് കൊടുത്തു. 1/c² ബ്രാക്കറ്റ്. ഇനി നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ EBയിലെ ബൈൻഡിങ് എനർജിയിലെ ഓരോ ടേമും എഴുതി കൊടുക്കുക, ഇൻക്ലൂഡിങ് പെയറിംഗ് എനർജി. ഓക്കെ, ദിസ് ഈസ് ദ സെമി എംപെരിക്കൽ മാസ് ഫോർമുല. ഇതാണ് സെമി എംപെരിക്കൽ മാസ് ഫോർമുല എന്ന് പറയുന്നത്. വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ, ആ ബൈൻഡിങ് എനർജിയുടെ അപ്പൊ നമുക്ക് ഇത് എഴുതണമെങ്കിൽ എന്തറിയണം? ബൈൻഡിങ് എനർജിയുടെ ഫോർമുല അറിയണം. സെമി എംപെരിക്കൽ ബൈൻഡിങ് എനർജി ഫോർമുല അറിഞ്ഞാലേ ഇത് എഴുതാൻ പറ്റൂ അല്ലെ? സോ ഇതിലേക്ക് നമ്മൾ ജസ്റ്റ് ഈ ബൈൻഡിങ് എനർജിയുടെ വാല്യൂ അതുപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സോ ദിസ് ഇസ് ദ സെമി എംപെരിക്കൽ മാസ് ഫോർമുല വിച്ച് വി യൂസ് ടു കാൽക്കുലേറ്റ് ദ മാസ് ഓഫ് എ ന്യൂക്ലിയസ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിൽ എന്തൊക്കെ അറിയണം? അറ്റോമിക് നമ്പർ അറിയണം, മാസ് നമ്പർ അറിയണം അല്ലെ? പിന്നെ A1, A2, A3, A4, A5 ഈ കോൺസ്റ്റന്റുകളുടെ വാല്യൂ അറിയണം. ദെൻ വാല്യൂ ഓഫ് C നമുക്കറിയാം. സിയുടെ വാല്യൂ അറിയാം. ന്യൂട്രോണിന്റെ മാസ് അറിയാം, പ്രോട്ടോണിന്റെ മാസ് അറിയാം അല്ലെ? പിന്നെ മാസ് നമ്പർ ഒക്കെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. സോ ഇനി നമുക്ക് ഈ കോൺസ്റ്റന്റ്സ്, ഓക്കെ, വാല്യൂ ഓഫ് ദീസ് കോൺസ്റ്റന്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓരോന്നിന്റെയും വാല്യൂ. A1 എത്രയാണ്? A1 is equal to 15.753 മെഗാ ഇലക്ട്രോൺ വോൾട്ട്. A2 17.80 മെഗാ ഇലക്ട്രോൺ വോൾട്ട്. A3 is equal to 0.713 മെഗാ ഇലക്ട്രോൺ വോൾട്ട്. A4 23.6925 മെഗാ ഇലക്ട്രോൺ വോൾട്ട്. A5 33.6 മെഗാ ഇലക്ട്രോൺ വോൾട്ട്. സോ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഇതിന്റെയും മാസ്, ഏത് ന്യൂക്ലിയസിന്റെയും മാസ് വി ഹാവ് ടു കാൽക്കുലേറ്റ്. ഓക്കെ, സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് എന്താണ്? സെമി എംപെരിക്കൽ മാസ് ഫോർമുല. ഇതിൽ നിന്നാണ് അത് വന്നത്? ലിക്വിഡ് ഡ്രോപ്പ് മോഡൽ. വി കമ്പയർ ന്യൂക്ലിയസ് വിത്ത് എ ലിക്വിഡ് ഡ്രോപ്പ്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു? ബൈൻഡിങ് എനർജിയെ മോഡിഫൈ ചെയ്തു. അതിലേക്ക് ഏതൊക്കെ എനർജീസ് വന്നു? വോളിയം എനർജി, സർഫസ് എനർജി, കൊളംബ് എനർജി, അസിമെട്രി എനർജി ആൻഡ് പെയറിംഗ് എനർജി. ഓരോന്നും എങ്ങനെയാണ് ബൈൻഡിങ് എനർജി എഫക്ട് ചെയ്യുന്നത്? എങ്ങനെയാണ്? സർഫസ് എനർജിയും കൊളംബ് എനർജിയും അസിമെട്രിക് എനർജി, ഈ 3 എനർജിയും ബൈൻഡിങ് എനർജിയെ റെഡ്യൂസ് ചെയ്യും, മൈനസ്. ദെൻ പെയറിംഗ് എനർജി 3 കേസ് ഉണ്ടല്ലേ? നെഗറ്റീവും ചെയ്യും, പോസിറ്റീവും ചെയ്യും, 0. ഓക്കെ, അത് ന്യൂക്ലിയസിന്റെ എണ്ണത്തിനനുസരിച്ച്. സോ ദിസ് ഓൾ അബൌട്ട് ഫോർ ടുഡേസ് ക്ലാസ്. താങ്ക് യു. Thank you. Okay, thank you.